ഹലോ സ്റ്റുഡൻസ്, CMA CATന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷനുമായിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. ഓക്കെ, സോ ഒരുപാട് കുട്ടികളുടെ റിക്വസ്റ്റ് ആയിരുന്നു സാർ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുമെന്നുള്ളത്. സോ നമ്മൾ അതിൻ്റെ ഒരുപാട് പാർട്ടായിട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഓക്കെ, സോ അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ജൂൺ 2025 ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് അറ്റംപ്റ്റ് ആയിട്ടുള്ള ജൂൺ 2025 ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു ലാസ്റ്റ് അറ്റംപ്റ്റിൽ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ നമുക്ക് 1 by 1 ക്വസ്റ്റ്യൻസിലേക്ക് വരാം. ഫസ്റ്റ് വൺ നോക്ക്, ദ ഡിഫറൻസ് ബിറ്റ്വീൻ കറണ്ട് അസറ്റ് ആൻഡ് കറണ്ട് ലയബിലിറ്റി ഈസ് നോൺ ആസ്. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഡിഫറൻസ് ആണ് കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റീസും തമ്മിൽ. നമ്മൾ റേഷ്യോസിൽ പഠിക്കുന്നുണ്ട്, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് നമ്മളത് പഠിക്കുന്നുണ്ട്, ക്യാഷ് ഫ്ലോയിലുണ്ട് അല്ലേ. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ആണ് ആൻസർ. ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റ് ആണ്. കറണ്ട് അസറ്റ് എന്ന് പറയുന്നത് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റലും അതുപോലെ തന്നെ കറണ്ട് അസറ്റ്സ് മൈനസ് കറണ്ട് ലയബിലിറ്റി എന്ന് പറയുന്നത് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലാണ്. ഓക്കെ, സോ നമ്മളെ ആൻസർ വരുന്നത് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. ദെൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആർ ഷോൺ ഇൻ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ് ആണ്. സോ ഉറപ്പായിട്ടും നമ്മളത് എവിടെ റെക്കോർഡ് ചെയ്യുക? ബാലൻസ് ഷീറ്റിലാണ്. റൈറ്റ്. ആസ് പെർ ദ ഡാഷ് ബിസിനസ് ദ ബിസിനസ് എൻറ്റിറ്റീസ് അസ്യൂം ടു ഹാവ് എൻ ഇൻഡെഫിനിറ്റ് പീരീഡ്. ബിസിനസ് ഒരുപാട് കാലത്തേക്കാണെന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ഏതാ? വളരെ സിമ്പിളായിട്ട് നമുക്കറിയാം, ഗോയിങ് കൺസേൺ ആണ് അല്ലേ. നമ്മൾ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് പഠിച്ചിട്ടുണ്ട്. മാച്ചിങ് എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തെ റവന്യൂ എക്സ്പെൻഡിച്ചറും തമ്മിൽ മാച്ച് ചെയ്യുന്നതിനാണ് മാച്ചിങ് കോൺസെപ്റ്റ്. അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന പീരീഡിനെയാണ് നോർമലി അത് ജാനുവരി ടു ഡിസംബർ ഓർ ഏപ്രിൽ ടു മാർച്ച് ആണ് അല്ലേ. ബിസിനസ് എൻറ്റിറ്റി എന്ന് പറയുന്നത് ഓണർ ആൻഡ് ബിസിനസ് സെപ്പറേറ്റ് ആണ്. റൈറ്റ്. ഇപ്പോൾ ഗോയിങ് കൺസേൺ ആണ് എന്ന് പറയുന്നത് ദ ബിസിനസ് വിൽ ലാസ്റ്റ് ഫോർ എ ലോങ് ടൈം അല്ലേ. ലോങ് പീരീഡ് ലാസ്റ്റ് ചെയ്യും എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഗോയിങ് കൺസേൺ ആണ്. ഓക്കെ, ദെൻ പ്രീപെയ്ഡ് റെന്റ് എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. പ്രീപെയ്ഡ് റെന്റ് പല ആൾക്കാരും മിസ്റ്റേക്ക് വരുത്താറുണ്ട്. എക്സ്പെൻസ് ആണെന്ന് വിചാരിച്ചിട്ട് നോമിനൽ അക്കൗണ്ട് എന്ന് പറയും. നമുക്കറിയാം നോമിനൽ അക്കൗണ്ട് എന്ന് പറയുന്നത് എക്സ്പെൻസിനെയാണ്, റിയൽ അക്കൗണ്ട് എന്ന് പറയുന്നത് അസറ്റ്സിനെയാണ്. എന്നാൽ പേഴ്സണൽ അക്കൗണ്ടിലാണ് പ്രീപെയ്ഡ് റെന്റ് വരിക. റെപ്രസെൻറ്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ട് ആണ് അല്ലേ. പേഴ്സണൽ അക്കൗണ്ടിൽ 3 കാറ്റഗറി ഉണ്ട്. നാച്ചുറൽ പേഴ്സൺസ് ഉണ്ട്, റെപ്രസെൻറ്റേറ്റീവ് ഉണ്ട്, ആർട്ടിഫിഷ്യൽ പേഴ്സൺസ് ഉണ്ട്. റൈറ്റ്. അതിൽ റാം, റഹീം, അനിലൊക്കെ വരാണെങ്കിൽ നമ്മൾ നാച്ചുറൽ പേഴ്സൺസ് എന്നാണ് പറയാം. ദെൻ പ്രീപെയ്ഡ് റെന്റ്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, അക്രൂഡ് ഇൻകം, ഇതെല്ലാം റെപ്രസെൻറ്റേറ്റീവ് ആണ്. അതുപോലെ തന്നെ ബാങ്ക്, കമ്പനീസ് ഒക്കെ വരാണെങ്കിൽ അത് ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. സോ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, പ്രീപെയ്ഡ് റെന്റ് എന്തല്ല, എക്സ്പെൻസ് അല്ല, നോമിനൽ അല്ല അല്ലേ. റെന്റ് എന്ന് പറയുന്നത് എക്സ്പെൻസ് ആണ്, നോമിനൽ ആണ്. റൈറ്റ്. പ്രീപെയ്ഡ് റെന്റ് എന്ന് പറയുന്നത് റെപ്രസെൻറ്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ട് ആണ്. ദെൻ നെക്സ്റ്റ് നോക്ക്, ദ റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് അക്കോർഡിംഗ് ടു ദ അമേരിക്കൻ അപ്രോച്ച്. നമുക്കറിയാം 2 അപ്രോച്ചുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അമേരിക്കൻ അപ്രോച്ചും ഉണ്ട്, ബ്രിട്ടീഷ് അപ്രോച്ച് ഉണ്ട്, അല്ലെങ്കിൽ മോഡേൺ അപ്രോച്ച് ഉണ്ട്, ട്രഡീഷണൽ അപ്രോച്ചും ഉണ്ട്. മോഡേൺ അപ്രോച്ച് വളരെ പോപ്പുലർ ആണ്. അത് വെച്ചിട്ടാണ് നമ്മൾ എല്ലാ അക്കൗണ്ട്സും നമ്മൾ ഡിസ്കസ് ചെയ്യാറുള്ളത് അല്ലേ. 5 കാറ്റഗറി ആയിട്ടാണ് നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. അസറ്റ് ഉണ്ട്, എക്സ്പെൻസ് ഉണ്ട്, ഇൻകംസ് ഉണ്ട്, ലയബിലിറ്റീസ് ഉണ്ട്, ക്യാപിറ്റൽ ഉണ്ട് അല്ലേ. സോ ആൻസർ എന്താണ്? 5 കാറ്റഗറീസ് എന്നുള്ളതാണ് അല്ലേ. 5 കാറ്റഗറീസ്. ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സോഴ്സ് ഡോക്യുമെന്റ്. ഏതാണ് സോഴ്സ് ഡോക്യുമെന്റ് എന്ന് പറയുന്നത് അല്ലേ. സോഴ്സ് ഡോക്യുമെന്റ് എന്ന് പറയുന്നത് ഡോക്യുമെന്ററി എവിഡൻസ്, ഒരു ട്രാൻസാക്ഷൻ നടന്നതിന്റെ എവിഡൻസ്. നമുക്കറിയാം ഇൻവോയ്സ് ആണ്, ബാക്കിയുള്ളതൊക്കെ സോഴ്സ് ഡോക്യുമെന്റ് ആണ്, ഇൻവോയ്സ് ആണ്. നമുക്ക് ഇതിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ആൻസർ എന്നുള്ളത് നൽകുക അല്ലേ. ഇപ്പോൾ പർച്ചേസ് ആണെങ്കിലും സെയിൽസ് ആണെങ്കിലും നമ്മൾ ഇഷ്യൂ ചെയ്യുന്നതാണ് എന്ത്? ഇൻവോയ്സ് എന്ന് പറയുന്നത് അല്ലേ. സോ ഇതിന്റെ ആൻസർ നമ്മൾ പറയുന്നത് സോഴ്സ് ഡോക്യുമെന്റ് ആയിട്ട് പറയുന്നത് ഇൻവോയ്സ് ആണ്. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 7, അക്കോർഡിംഗ് ടു ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അസറ്റ് ഷുഡ് ബി റെക്കോർഡഡ് അറ്റ്. എടാ, ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് പ്രകാരം അസറ്റ് ഏത് വാല്യൂവിൽ റെക്കോർഡ് ചെയ്യുക? നമ്മൾ പഠിച്ചിട്ടില്ലേ, കോസ്റ്റ് കോൺസെപ്റ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എങ്ങനെ റെക്കോർഡ് ചെയ്യുക? പർച്ചേസ് പ്രൈസിലാണ് അല്ലെങ്കിൽ ആക്ച്വൽ കോസ്റ്റിലാണ്. നമുക്ക് എത്രയാണോ എമൗണ്ട് സ്പെൻഡ് ചെയ്തത് ആ എമൗണ്ടിലായിരിക്കും നമ്മൾ റെക്കോർഡ് ചെയ്യാമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. സോ ആക്ച്വൽ കോസ്റ്റ് അല്ലെങ്കിൽ പർച്ചേസ് പ്രൈസ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ശ്രദ്ധിക്കുക, അവിടെ തെറ്റിക്കാൻ വേണ്ടി മാർക്കറ്റ് വാല്യൂ ഒക്കെ തന്നിട്ടുണ്ട്. ഇവിടെ കൺസർവേറ്റീവ്സം പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ അവിടെ ക്ലോസിംഗ് സ്റ്റോക്കിനെ കുറിച്ച് നമ്മൾ പഠിക്കാറുണ്ട്. ക്ലോസിംഗ് സ്റ്റോക്ക് എങ്ങനെ വാല്യൂ ചെയ്യുക? ഈ പറയുന്ന കോസ്റ്റ് ഓർ നെറ്റ് റിയലൈസബിൾ വാല്യൂ വിച്ച് എവർ ഈസ് ലോവർ, അത് ക്ലോസിംഗ് സ്റ്റോക്കുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അത് കൺസർവേറ്റീവ്സം പ്രിൻസിപ്പിൾ ആണ് അവിടെ ഫോളോ ചെയ്യുക. എന്നാൽ കോസ്റ്റ് കോൺസെപ്റ്റ് അസറ്റുമായി ബന്ധപ്പെട്ടതാണ്. ഫിക്സഡ് അസറ്റ് നമ്മൾ ഏത് വാല്യൂവിലാണ് റെക്കോർഡ് ചെയ്യുക? പർച്ചേസ് ചെയ്ത പ്രൈസിലാണ് അല്ലേ. അപ്പോൾ നിങ്ങളതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി നമ്മൾ ഓൾറെഡി ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ബാലൻസ് ഷീറ്റിലാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അത് ഫിക്സഡ് അസറ്റുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ. അതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. കൺസ്ട്രക്ഷൻ ഓഫ് ബേസ്മെന്റ് കോസ്റ്റിംഗ് 3,15,000 അറ്റ് ദ ഫാക്ടറി പ്രിമൈസസ് ഷുഡ് ബി ട്രീറ്റഡ് ആസ്. എടാ, ഫാക്ടറി പ്രിമൈസസിൽ ഉണ്ടാവുന്ന കൺസ്ട്രക്ഷൻസ് അല്ലേ, ബേസ്മെന്റുമായി ബന്ധപ്പെട്ട അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. റൈറ്റ്. അസറ്റുമായി ബന്ധപ്പെട്ടതാണ്. നമുക്കറിയാം ബാലൻസ് ഷീറ്റിലാണ് റെക്കോർഡ് ചെയ്യുക എന്നുള്ളത്. ദെൻ നെക്സ്റ്റ് നോക്ക്, ഒരു റെക്ടിഫിക്കേഷൻ്റെ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം ഒരുപാട് ക്വസ്റ്റ്യൻസ് റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ് ഒന്നും വരാറുണ്ട് അല്ലേ. നോക്ക്, ഗുഡ്സ് വർത്ത് ₹2,720 റിട്ടേൺഡ് ബൈ ലാല പാസ്ഡ് ത്രൂ ബുക്ക് ആസ് ₹7,220 അല്ലേ. ദ റെക്ടിഫിക്കേഷൻ എൻട്രി ഈസ്. ഇവിടെ നിങ്ങൾ സിമ്പിളായിട്ട് ചിന്തിക്കേണ്ടത്
ഗുഡ്സ് റിട്ടേൺഡ് ബൈ ലാലൻ്റെ എൻട്രി എന്താണെന്നാണ് അല്ലേ. സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് ഡെറ്റർ ടു ലാല. ഓക്കെ, സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് ഡെറ്റർ ടു ലാല. സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് ഡെറ്റർ ടു ലാല. ഇതാണ് നമ്മളുടെ എൻട്രി വരുന്നത്. സോ ഇവിടെ എമൗണ്ട് കൂടിപ്പോയി. എവിടെ കൂടിയത്? ക്രെഡിറ്റിലാണ് എമൗണ്ട് കൂടിപ്പോയത്, റൈറ്റ്. ഇവിടെ ക്രെഡിറ്റിൽ എന്തായിട്ടുണ്ട്? എമൗണ്ട് കൂടിയിട്ടുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം, എന്നാലും അത് കുറയുള്ളൂ അല്ലേ. ഇവിടെ ക്രെഡിറ്റിൽ ഒരു വാല്യൂ കൂടിപ്പോയാൽ വീണ്ടും ക്രെഡിറ്റ് ചെയ്താൽ വീണ്ടും ക്രെഡിറ്റ് കൂടാ ചെയ്യുക. സോ നമ്മൾ എന്ത് ചെയ്യണം? ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഡെബിറ്റിലേക്ക് കൊണ്ടുവരണം. എത്ര ഡെബിറ്റിലേക്ക് കൊണ്ടുവരേണ്ടത്? ഇവിടെ എത്ര ഡെബിറ്റിലേക്ക് കൊണ്ടുവരുന്നത്? എത്രയാണോ എക്സസ് ആയിട്ട് ക്രെഡിറ്റിൽ വന്നത്, എത്ര എക്സസ്? 2720 ഉള്ളത് 7220 rupees ആയി. സോ എക്സസ് 4500 അല്ല 4500 ആണ്. അതാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. സോ ലാല വിൽ ബി ഡെബിറ്റഡ് ബൈ 4500. എടാ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, നമ്മൾ റോങ് ആയിട്ട് ഒരു എമൗണ്ട് ഒരു അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്തു, റോങ് എമൗണ്ട് ആണ്. അപ്പോൾ നമുക്കിവിടെ എക്സസ് 4500 ക്രെഡിറ്റ് ചെയ്തതൊക്കെ റെഡിയാണ്, ക്രെഡിറ്റ് തന്നെ ചെയ്യേണ്ടത്, ബട്ട് റോങ് എമൗണ്ട് ആണ്. എമൗണ്ട് കൂടിപ്പോയി, വീണ്ടും ക്രെഡിറ്റ് ചെയ്ത് വീണ്ടും കൂടുതലേ ചെയ്യുക. സോ ഡെബിറ്റ് ചെയ്യണം. എത്ര ഡെബിറ്റ് ചെയ്യേണ്ടത്? എത്രയാണോ കൂടുതൽ വന്നത് അതാണ് നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ടത്. സോ ആൻസർ എന്താണ്? ലാല വിൽ ബി ഡെബിറ്റഡ് ബൈ 4500. ദെൻ വിച്ച് ഓഫ് ദ എറേഴ്സ് എഫക്ട് ഓൺലി വൺ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ വൺ സൈഡ് എറർ ഏതാണെന്ന ചോദ്യം അല്ലേ. ട്രയൽ ബാലൻസ് വിൽ നോട്ട് എഗ്രി. വൺ സൈഡ് വന്നാൽ ട്രയൽ ബാലൻസ് എന്താവില്ല? ടാലി ആവില്ല. ടു സൈഡ് എറേഴ്സിൻ്റെ പ്രത്യേകത ആണ് എന്ത്? ട്രയൽ ബാലൻസ് വിൽ എഗ്രി. ട്രയൽ ബാലൻസ് ടാലി ആവും, റൈറ്റ്. ഇവിടെ ഏതൊക്കെ വൺ സൈഡ്? ഇപ്പോൾ എറർ ഓഫ് കാസ്റ്റിംഗ്, എറേഴ്സ് ഓഫ് ക്യാരി ഫോർവേഡ്, എറേഴ്സ് ഓഫ് പോസ്റ്റിംഗ്, ഇതെല്ലാം വൺ സൈഡ് ആണ്. കാസ്റ്റിംഗ് എറർ, ക്യാരി ഫോർവേഡ് വന്നതിൽ എറർ, നമ്മൾ പോസ്റ്റ് ചെയ്തതിൽ ഏതൊരു പെർട്ടിക്കുലർ അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്തതിൽ വന്ന എറർ, അത് എമൗണ്ട് മിസ്റ്റേക്ക് ആയതാവാം, സൈഡ് മാറിപ്പോയതാവാം, റൈറ്റ്. ഇതെല്ലാം സംഭവിച്ചാലും അവിടെ എന്താ ഉണ്ടാവുക? എറർ ഓഫ് വൺ സൈഡ് എറർ അല്ലേ. അവിടെ എറർ ഓഫ് കമ്മീഷൻ ഉണ്ടാവും. ഇതെല്ലാം എറർ ഓഫ് കമ്മീഷൻ്റെ എക്സാമ്പിൾസ് ആണ്, റൈറ്റ്. അപ്പോൾ അവിടെ എറർ ഓഫ് കമ്മീഷൻ ഉണ്ടാവാം. സോ ആൻസർ എന്താണ്? ഓൾ ഓഫ് ദി എബോവ് ആണ്. ഇതെല്ലാം വൺ സൈഡ് ആണ്, ഒരു അക്കൗണ്ടിനെ ബാധിക്കുന്നുള്ളൂ. ട്രയൽ ബാലൻസ് ടാലി ആവില്ല. ഇതാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വീണ്ടും റെക്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് എറേഴ്സ് എഫക്ട് ദ എഗ്രിമെന്റ് ഓഫ് എ ട്രയൽ ബാലൻസ്? ട്രയൽ ബാലൻസിന്റെ എഗ്രിമെന്റിനെ എഫക്ട് ചെയ്യുന്ന എറേഴ്സ് ഏതാ? അത് വൺ സൈഡ് ആണ്. വൺ സൈഡ് എന്ന് പറയുന്നത് ഒരു അക്കൗണ്ടിനെ എഫക്ട് ചെയ്തിട്ടുള്ളൂ. ഒരു ട്രാൻസാക്ഷൻ ഡെബിറ്റും ക്രെഡിറ്റും ഒരുപോലെ എഫക്ട് ചെയ്താൽ അത് ടാലിയാവും. ഒരു ട്രാൻസാക്ഷൻ തീരെ റെക്കോർഡ് ചെയ്തിട്ടില്ലെങ്കിൽ ടാലിയാവും. ഡെബിറ്റ് ചെയ്യേണ്ട ഒരു ഐറ്റം വേറൊരു അക്കൗണ്ടിലാണ് ചെയ്തത്, പക്ഷെ അത് ഡെബിറ്റ് തന്നെയാണ് അല്ലേ. പോസ്റ്റഡ് ടു റോങ് അക്കൗണ്ട് ബട്ട് കറക്റ്റ് സൈഡ്, സ്റ്റിൽ ടാലിയാവും, റൈറ്റ്. അപ്പോൾ ഒരു അസറ്റ് റെക്കോർഡ് ചെയ്യേണ്ടത് എക്സ്പെൻസിൽ റെക്കോർഡ് ചെയ്ത് ടാലിയും. കാരണം എന്താ? അസറ്റിൽ റെക്കോർഡ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും എക്സ്പെൻസിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അത് എറർ ഓഫ് പ്രിൻസിപ്പിൾ എന്നാ പറയാം. സോ ഇതെല്ലാം ടു സൈഡ് എറേഴ്സ് ആണ്. നമ്മളുടെ ട്രയൽ ബാലൻസ് ടാലിയും. എന്നാൽ വൺ സൈഡ് എറർ എന്താ? ഒരു ബുക്കിൽ റെക്കോർഡ് ചെയ്ത് അല്ലെങ്കിൽ ഒരു ലെഡ്ജറിൽ റെക്കോർഡ് ചെയ്ത് അതിൻ്റെ ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് ആസ്പെക്ട് റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയി. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ അക്കൗണ്ടിൽ റോങ് എമൗണ്ട് ആയിപ്പോയി. ടോട്ടൽ ഏതിൽ വന്നതിൽ ചേഞ്ച് വന്നുപോയി. ഇതെല്ലാമാണ് വൺ സൈഡ് എറേഴ്സ്. ഈ വൺ സൈഡ് എറേഴ്സ് വരുമ്പോഴാണ് ട്രയൽ ബാലൻസ് എഗ്രി ആവാതെ നിൽക്കുക. എന്ന് പറഞ്ഞാൽ ട്രയൽ ബാലൻസിൻ്റെ ടാലി ആവാത്ത പ്രശ്നം വരുന്നത് വൺ സൈഡാണ്. അതാണ് ഇവിടെ ചോദിച്ചത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് എറേഴ്സ് എഫക്ട് ദ എഗ്രിമെന്റ് ഓഫ് എ ട്രയൽ ബാലൻസ്? മിസ്റ്റേക്ക് ഇൻ ബാലൻസിങ് ആൻ അക്കൗണ്ട്, ഉറപ്പായിട്ട് അത് വൺ സൈഡ് ആണ്. ദെൻ ഒമിറ്റിംഗ് ടു റെക്കോർഡ് എ ട്രാൻസാക്ഷൻ എൻറ്റയർലി ഇൻ ദ സബ്സിഡറി ബുക്സ്. ഒരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യാനേ വിട്ടുപോയി, കംപ്ലീറ്റ് ഒമിഷൻ, ടു സൈഡ് ആണ്. ഡെബിറ്റും ക്രെഡിറ്റും റെക്കോർഡ് ചെയ്തിട്ടില്ല. റെക്കോർഡിംഗ് ഓഫ് എ റോങ് എൻട്രി ഇൻ ദ സബ്സിഡറി ബുക്സ്. സബ്സിഡറി ബുക്കിൽ റോങ് എൻട്രി ഇട്ട് ബട്ട് സ്റ്റിൽ ടാലി ആവും. കാരണം സബ്സിഡറി ബുക്കിൽ എൻട്രി ഇടുന്നതോടുകൂടി ഡെബിറ്റും ക്രെഡിറ്റും ടാലി ആവുന്നുണ്ട്. പോസ്റ്റിംഗ് ആൻഡ് എൻട്രി ഓൺ ദ കറക്റ്റ് സൈഡ് ബട്ട് ഇൻ ദ റോങ് അക്കൗണ്ട്. റാം എന്നുള്ളത് റഹീമായി പോയി, അനിൽ സുനിലായി, ബട്ട് സ്റ്റിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. സോ അതെല്ലാം ടാലി ആവും. സോ ടാലി ആവാത്ത ഏതാണ്? മിസ്റ്റേക്ക് ഇൻ ബാലൻസിങ് ആൻ അക്കൗണ്ട്. ഒരു അക്കൗണ്ട് ബാലൻസ് ചെയ്തപ്പോൾ ടോട്ടൽ കൂടെ കുറേ ചെയ്ത് അല്ലെങ്കിൽ ബാലൻസ് എമൗണ്ട് കൂടെ കുറേ ചെയ്ത് അതെന്താണ്? വൺ സൈഡ് ആണ്. ആ പെർട്ടിക്കുലർ അക്കൗണ്ടിനെ എഫക്ട് ചെയ്യുന്ന ട്രയൽ ബാലൻസ് ടാലി ആവില്ല. ദെൻ നെക്സ്റ്റ് വൺ, 15 പെയ്ഡ് ആസ് വേജസ് ഫോർ ഇൻസ്റ്റാളേഷൻ ഓഫ് എ മെഷീൻ ഷുഡ് ബി ഡെബിറ്റഡ് ടു. എടാ, ഒരു അസറ്റുമായി ബന്ധപ്പെട്ട് എല്ലാ എക്സ്പെൻസുകളും അസറ്റ് അക്കൗണ്ടിലേക്ക് ആഡ് ചെയ്യണമെന്നാണ് നമ്മൾ പഠിച്ചത്, റൈറ്റ്. ഒരു അസറ്റുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ എക്സ്പെൻസ് ഉണ്ടോ, ഒരു അസറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട എല്ലാ എക്സ്പെൻസുകളും അസറ്റ് അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്യണമെന്ന റൂള്. സോ ഡെബിറ്റഡ് ടു മെഷീൻ അക്കൗണ്ട്. നമ്മൾ മെഷീൻ അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്യുന്നു, റൈറ്റ്. ഇൻ ബാങ്ക് പാസ്ബുക്ക് ദ ഫേവറബിൾ ബാലൻസ് ഇൻഡിക്കേറ്റ്സ്. നമുക്കറിയാം ക്യാഷ് ബുക്കിൽ ഡെബിറ്റ് ബാലൻസ് ആ ഫേവറബിൾ. നമുക്ക് അസറ്റാണ് ബാങ്ക്, സോ നമുക്ക് ഡെബിറ്റ് ആണ് ഫേവറബിൾ. എന്നാൽ ബാങ്കിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ അവർക്ക് നമ്മളെ അക്കൗണ്ട് ലാബിലിറ്റിയാണ്. കാരണം നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ അവർ ലാബിലിറ്റി ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. സോ അവർ ക്രെഡിറ്റാണ് ചെയ്യുക ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൽ. അപ്പം നമ്മളെ ബുക്കിൽ റെക്കോർഡ് ചെയ്യുന്ന ഡെബിറ്റ് ഐറ്റംസ് ഒക്കെ ബാങ്ക് ക്രെഡിറ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. കാരണം അവർക്കത് ലാബിലിറ്റി ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. സോ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾ ചിന്തിച്ച് നോക്കുക. ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിലെ ഫേവറബിൾ ബാലൻസ് എന്താ? ക്രെഡിറ്റഡ് ആണ്. നിങ്ങൾ ക്രെഡിറ്റ് നിങ്ങൾ ഒരാൾ നിങ്ങൾക്ക് ഗൂഗിൾ പേ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വരുന്ന മെസ്സേജ് എന്താ? യുവർ അക്കൗണ്ട് ഈസ് ക്രെഡിറ്റഡ്. നിങ്ങളെ അക്കൗണ്ട് എന്തായിട്ടുണ്ട്? ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ബാലൻസ് വന്നിട്ടുണ്ട് അല്ലേ. സോ ക്രെഡിറ്റ് ബാലൻസ് ആണ് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൽ ഫേവറബിൾ അല്ലേ. അപ്പോൾ ക്യാഷ് ബുക്കിൽ ഫേവറബിൾ ഏതാ?
ഡെബിറ്റ് ബാലൻസ്. നിങ്ങൾ ചെയ്യേണ്ട എന്താ പറയുക, നമ്മളിവിടെ ക്വസ്റ്റ്യൻ ആൻസർ കീ ഉണ്ടാക്കുക എന്നുള്ള ഇതിലല്ല ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്നത്. ഓരോ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോഴും അതുമായി ബന്ധപ്പെട്ട മറ്റു ക്വസ്റ്റ്യൻസും കൂടി നിങ്ങൾ എന്ത് ചെയ്യാം, അവിടെ നോട്ട് ചെയ്ത് വെക്കുക അല്ലേ. ഇപ്പോൾ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ക്രെഡിറ്റ് ബാലൻസ് ആണ് ഫേവറബിൾ എങ്കിൽ ക്യാഷ് ബുക്കിന് ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. അപ്പോൾ അതവിടെ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, സോ നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻ പഠിക്കുമ്പോഴും നിങ്ങൾ അത് കണക്ട് ചെയ്യുന്ന കാര്യങ്ങളും കൂടി എന്ത് ചെയ്യുക, ഈ പറയുന്ന ടോപ്പിക്കിൻ്റെ കൂടെ കവർ ചെയ്യുക. എന്നാൽ പിന്നെ നമ്മളെ എന്താ പറയുക, ആ റിവിഷൻ അങ്ങ് എഫക്റ്റീവ് ആവും. ഓക്കെ, സോ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാനുള്ള റീസൺ തന്നെ അതാണ്. നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ അതാത് ചാപ്റ്ററിൽ അതുമായി ബന്ധപ്പെട്ട മറ്റ് കണ്ടന്റുകളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? ഏതാണ് കറക്റ്റ് എന്നാണ് ചോദ്യം. ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് ഈസ് എ പാർട്ട് ഓഫ് ദ പ്രോസസ് ഓഫ് അക്കൗണ്ട്സ്. ഒരിക്കലും അല്ല. BRS ഒരു അക്കൗണ്ടിങ് പ്രോസസ്സിൻ്റെ ഭാഗമാണോ? അല്ല. സോ അത് തെറ്റാണ്. BRS is prepared by the statutory auditors of the business. തെറ്റാണ്. BRS is prepared at any time during the financial year as per when it is required. As and when it is required. അല്ലേ, എന്നാണോ ബിസിനസ്സിന് അത് ആവശ്യം അപ്പോൾ അത് പ്രിപ്പയർ ചെയ്യാം. യെസ്, അതാണ് ആൻസർ. ഓൾ ഓഫ് ദി അബോവ് അല്ല. റൈറ്റ്. BRS എന്ന് പറയുന്ന അക്കൗണ്ടിങ്ങിൻ്റെ പ്രോസസ്സേ അല്ല. ഇത് ആരാ ചെയ്യേണ്ടത്? അക്കൗണ്ട് ഹോൾഡർ ആണ് അല്ലെങ്കിൽ ഡെപ്പോസിറ്റർ ആണ് അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം. BRS ഈസ് പ്രിപ്പയർഡ് ബൈ അക്കൗണ്ട് ഹോൾഡർ ഓർ ഡെപ്പോസിറ്റർ. റൈറ്റ്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ഇനി BRS എപ്പം പ്രിപ്പയർ ചെയ്യണമെന്ന് വെച്ചാൽ എറ്റ് എനി ടൈം ഡ്യൂറിങ് ദ ഇയർ അല്ലേ. ആ വർഷത്തിൽ ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് എപ്പം ചെയ്യണം തോന്നും അപ്പം ചെയ്യാം എന്നുള്ളതാണ്. റൈറ്റ്. നെക്സ്റ്റ് നോക്ക്. വെൻ ഡെബിറ്റ് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് ഈസ് ദ സ്റ്റാർട്ടിംഗ് പോയിന്റ്. നമ്മളെ BRSലെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആരാണ്? ക്യാഷ് ബുക്ക് ആണ് അല്ലേ. ക്യാഷ് ബുക്കിൻ്റെ ഡെബിറ്റ് ബാലൻസ് ആണ്, വിച്ച് മീൻസ് ഫേവറബിൾ ബാലൻസ്. എ ചെക്ക് ഓഫ് 5,000 ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക് ബട്ട് നോട്ട് യെറ്റ് കളക്റ്റഡ്. എടാ, ക്യാഷ് ബുക്കിൽ ഒരു ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ക്യാഷ് ബുക്ക് കൂടെ ചെയ്യുക, കാരണം നമ്മളത് റെക്കോർഡ് ചെയ്യും. ബട്ട് നോട്ട് യെറ്റ് കളക്റ്റഡ് അല്ലെങ്കിൽ ക്രെഡിറ്റഡ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ, ബാങ്കിൽ കൂടിയിട്ടില്ല, പാസ്ബുക്ക് കൂടിയിട്ടില്ല. സോ ക്യാഷ് ബുക്കിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഡിഡക്റ്റ് ചെയ്യണം അല്ലേ. ഡിഡക്റ്റഡ് ബൈ 5,000. ക്യാഷ് ബുക്കിൽ നിന്ന് നമ്മൾ അത് എന്ത് ചെയ്യണം, ഡിഡക്റ്റ് ചെയ്യണം. ഓക്കെ, ദെൻ ഡിപ്രീസിയേഷൻ റെഫേഴ്സ് ടു ദ പ്രോസസ് ഓഫ്. ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് അസറ്റ് വാല്യൂഷൻ ആണോ? അല്ല. അലൊക്കേഷൻ ഓഫ് കോസ്റ്റ് ഓവർ ദ പീരീഡ് ഓഫ് ലൈഫ്. ശരിയാണ്, കാരണം നമ്മൾ എങ്ങനെ കാണാം, ഒറിജിനൽ കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ യൂസ്ഫുൾ ലൈഫ്. അപ്പോൾ അതിൻ്റെ യൂസ്ഫുൾ ലൈഫിലേക്ക് അതിനെ നമ്മൾ എന്ത് ചെയ്യണം, ആ കോസ്റ്റിനെ അലോക്കേറ്റ് ചെയ്യാണ്. സോ അതാണ് ഡിപ്രീസിയേഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത്. ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ എക്സ്റ്റേണൽ കോസ്റ്റ് ഫോർ ഡിപ്രീസിയേഷൻ. ഇന്റേണൽ നമുക്കറിയാലോ, വിയർ ആൻഡ് ടിയർ ഒക്കെ ഇന്റേണൽ ആണ്. ബട്ട് എക്സ്റ്റേണൽ ഏതാ? ഒബ്സൊലേസൻസ് എക്സ്റ്റേണൽ ആണ്, ഇനാഡിക്വസി എക്സ്റ്റേണൽ ആണ്, ടൈം എലമെന്റ് എക്സ്റ്റേണൽ ആണ്. സോ ഓൾ ഓഫ് ദി അബോവ്. ഓൾ ഓഫ് ദി അബോവ് ആണ് ആൻസർ വരുന്നത്. ഓക്കെ, ദെൻ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് നമുക്കറിയാം നോമിനൽ അക്കൗണ്ട്. ഇറ്റ് ഈസ് ക്ലോസ്ഡ് അറ്റ് ദ എൻഡ് ഓഫ് ഇയർ ബൈ ട്രാൻസ്ഫർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ലേ. എടാ, എല്ലാ നോമിനൽ അക്കൗണ്ട്സും ഇയർ എൻഡിൽ എന്ത് ചെയ്യണം, പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ ഡിപ്രീസിയേഷൻ മാത്രമല്ല, എല്ലാ നോമിനൽ അക്കൗണ്ട്സും, എല്ലാ എക്സ്പെൻസും, എല്ലാ ഇൻകംസും നമ്മൾ എന്ത് ചെയ്യും, ഇയറിൻ്റെ എൻഡ് ആകുമ്പോൾ ട്രാൻസ്ഫർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പഠിച്ചു വെക്കണേ. ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മളെ ഇൻറ്റൻഷൻ അതാണ് ക്ലാസ്സിൻ്റെ. നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഏരിയാസും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്ക്. ഒരു അസറ്റിൻ്റെ കോസ്റ്റ് തന്നിട്ടുണ്ട്, 14 lakhs ആണ് അല്ലേ. കോസ്റ്റ് ഓഫ് ഫർണിച്ചർ എത്രയാണ്? 14 lakhs ആണ്. 4 years later ദ ബുക്ക് വാല്യൂ ഈസ് 8,40,000. 4 വർഷത്തിന് ശേഷം അതിൻ്റെ ബുക്ക് വാല്യൂ എത്രയായി? 8,40,000. അപ്പോൾ 4 വർഷത്തെ ഡിപ്രീസിയേഷൻ എത്ര? 5,60,000. എടാ, 4 വർഷം കൊണ്ട് ആ അസറ്റ് എത്ര ഡിപ്രീസിയേറ്റ് ചെയ്തിട്ടുണ്ട്? 5,60,000. ദ സ്ട്രൈറ്റ് ലൈൻ പെർസെൻറ്റേജ് ഓഫ് ഡിപ്രീസിയേഷൻ ഈസ്. അപ്പോൾ ഇത് സ്ട്രൈറ്റ് ലൈൻ മെത്തേഡാണ്. അപ്പോൾ ഓരോ കൊല്ലം ഡിപ്രീസിയേഷൻ ചെയ്ത എമൗണ്ട് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ 5,60/4 ചെയ്താൽ യു വിൽ ഗെറ്റ് 1,40,000. എടാ, ഓരോ വർഷത്തെ ഡിപ്രീസിയേഷൻ എന്തായിരിക്കും? ആനുവൽ ഡിപ്രീസിയേഷൻ എത്ര? ആനുവൽ ഡിപ്രീസിയേഷൻ 14 lakh 4 വർഷത്തിൻ്റെ ശേഷം 8,40,000 എന്ന് പറഞ്ഞാൽ ആ 4 വർഷം കൊണ്ട് ടോട്ടൽ എത്ര ഡിപ്രീസിയേറ്റഡ് ആയിട്ടുണ്ട്? 5,60,000. അതിൻ്റെ ഡിഫറൻസ് ആണ്, ഇതിൻ്റെ ഡിഫറൻസ് ആണ്. അത് 4 വർഷം കൊണ്ടാണ് ഡിപ്രീസിയേറ്റ് ആയത്. അപ്പോൾ ഒരു വർഷം എത്ര ആയിരിക്കും? 1,40,000. ഇത് സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ് അല്ലേ. സോ എല്ലാ ഇയർലെയും ഡിപ്രീസിയേഷൻ എമൗണ്ട് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അത് എത്ര പെർസെൻറ്റേജ് ആണെന്നാണ് ചോദിക്കുന്നത്. നോക്ക്, 14 lakhs എത്ര പെർസെൻറ്റേജാണ് 1,40,000? ഇത് 4ാം ക്ലാസ് മാത്സ് അറിയുന്ന ആൾ പറയും 10% എന്നല്ലേ. 14 lakh 10% ആണ് 1,40,000. സോ ആൻസർ എത്രയാണ്? 10%. ഈസി, റൈറ്റ്. ഇനി അടുത്ത നോക്ക്. ഇതും ഡിപ്രീസിയേഷനുമായി ബന്ധപ്പെട്ട ചാപ്റ്റർ ആണ്. ഒറിജിനൽ കോസ്റ്റ് ഓഫ് ദ മെഷീൻ 4 lakh ആണ്. റെസിജ്വൽ വാല്യൂ 8,000 ആണ്. ഇഫ് ദ ഡിപ്രീസിയേഷൻ ഫോർ ദ 4th year ആസ് പെർ സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ്. അപ്പോൾ നേരത്തെ ചോദിച്ച അതേപോലെ തന്നെ ഇവിടെയും ചോദ്യം എന്താണ്? സ്ട്രൈറ്റ് ലൈൻ മെത്തേഡുമായി ബന്ധപ്പെട്ടതാണ്. 78,400 ആണ് സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ് പ്രകാരമുള്ള 4th year ഡിപ്രീസിയേഷൻ. എന്തെങ്കിലും കാര്യമുണ്ടോ? ഫസ്റ്റ് ഇയറിലെയും സെക്കൻഡ് ഇയറിലെയും തേർഡ് ഇയറിലെയും 4th year ഡിപ്രീസിയേഷൻ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ചുരുക്കി പറഞ്ഞാൽ ആനുവൽ ഡിപ്രീസിയേഷൻ എത്രയാണ്? 78,400 ആണ്. ദെൻ ദ യൂസ്ഫുൾ ലൈഫ് ഓഫ് ദ മെഷീൻ ഈസ്. എത്രയാണ് യൂസ്ഫുൾ ലൈഫ് എന്ന ചോദ്യം? നമുക്കറിയാം അതിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന്. റൈറ്റ്, ഒറിജിനൽ കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ യൂസ്ഫുൾ ലൈഫ്. ഇത് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക?
ഇത് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക, ആനുവൽ ഡിപ്രീസിയേഷൻ കിട്ടുക അല്ലേ. ആനുവൽ ഡിപ്രീസിയേഷൻ, ആ ആനുവൽ ഡിപ്രീസിയേഷൻ എത്രയാണ് ക്വസ്റ്റ്യനിലുണ്ട്, 78,400. ഇതെങ്ങനെ സിംപ്ലിഫൈ ചെയ്യുക, സാധാ ഡിപ്രീസിയേഷൻ്റെ ഇക്വേഷനാണ് നമ്മൾ എടുത്തത്. ഒറിജിനൽ കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ യൂസ്ഫുൾ ലൈഫ് ചെയ്യുമ്പോഴാണ് യു വിൽ ഗെറ്റ് ആനുവൽ ഡിപ്രീസിയേഷൻ, റൈറ്റ്. ആനുവൽ ഡിപ്രീസിയേഷൻ ഗിവൺ ഇൻ ക്വസ്റ്റ്യൻ, അതുപോലെ തന്നെ ഒറിജിനൽ കോസ്റ്റും സ്ക്രാപ്പ് വാല്യൂയും ക്വസ്റ്റ്യനിലുണ്ട്. സോ ഇതെങ്ങനെ സിംപ്ലിഫൈ ചെയ്യുക, നിങ്ങൾ പറയും. സിമ്പിളായിട്ട് പറഞ്ഞോ, 3,92,000 എന്ന് പറഞ്ഞാൽ 4,00,000 8,000 മൈനസ് ചെയ്ത് ഡിവൈഡഡ് ബൈ ആനുവൽ ഡിപ്രീസിയേഷൻ ചെയ്താൽ പോരെ. അപ്പോൾ എത്ര വർഷമാണെന്ന് കിട്ടും, റൈറ്റ്. എത്ര കിട്ടുന്നത്, 3,92,000 ഡിവൈഡഡ് ബൈ 78,400. 3,92,000 divided by 78,400. You will get 5 years. 5 years. 5 years. Okay. So ഇതാണ് ആൻസർ. വെരി സിമ്പിൾ, റൈറ്റ്. നെക്സ്റ്റ് നോക്ക്, ഡാഷ് ഈസ് പ്രിപ്പയർ ടു റീകൺസിൽ ദ ബാലൻസ് ആസ് റിഫ്ലക്റ്റഡ് ബൈ 2 റിലേറ്റഡ് ബുക്സ്, നെയിംലി ക്യാഷ് ബുക്ക് ആൻഡ് പാസ്ബുക്ക്. വേറെ കൺഫ്യൂഷൻ ഒന്നുമില്ല, BRS ആണ് അല്ലേ. ക്യാഷ് ബുക്കിലെ ബാലൻസും പാസ്ബുക്കിലെ ബാലൻസും റീകൺസിൽ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പേരെന്താ, BRS ആണ്, നമുക്കറിയാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഇൻടാഞ്ചിബിൾ അസറ്റ്. ഇൻടാഞ്ചിബിൾ അസറ്റിൻ്റെ എക്സാമ്പിൾ ഏതാണ്, ഗുഡ്വിൽ ഇൻടാഞ്ചിബിൾ ആണ്, ട്രേഡ് മാർക്ക് ഇൻടാഞ്ചിബിൾ ആണ്, കോപ്പി റൈറ്റ് ഇൻടാഞ്ചിബിൾ ആണ്. സോ ഓൾ ഓഫ് ദി എബോ, റൈറ്റ്. ഇൻടാഞ്ചിബിൾ എല്ലാവർക്കും അറിയാലോ, ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ഏതൊക്കെയാണ്, റൈറ്റ്. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ പറയാം, ഫ്രാഞ്ചൈസി പറയാം, പേറ്റൻറ്റ് പറയാം, ഇതെല്ലാം ഇൻടാഞ്ചിബിൾ ആണ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് നോക്ക്, Chandu purchased goods of rupees 25,000 for cash at 10% trade discount and 5% cash discount. അപ്പോൾ നമ്മൾ 25,000-നാണ് എന്ത് ചെയ്തത്, പർച്ചേസ് ചെയ്തത്. അതിൽ 10% ട്രേഡ് ഡിസ്കൗണ്ടും ഉണ്ട്, 5% ക്യാഷ് ഡിസ്കൗണ്ടും കിട്ടിയിട്ടുണ്ട്. ദെൻ പർച്ചേസ് അക്കൗണ്ട് ഈസ് ടു ബി ഡെബിറ്റഡ് ബൈ. പർച്ചേസ് അക്കൗണ്ട് എങ്ങനെ ഡെബിറ്റ് ചെയ്യുക, നമ്മളിത് പഠിച്ചിട്ടുണ്ട് അല്ലേ. ട്രേഡ് ഡിസ്കൗണ്ട് അവിടെ നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ട്രേഡ് ഡിസ്കൗണ്ട് എന്ത് ചെയ്യാറില്ല, ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ കൺസിഡർ ചെയ്യാൻ പാടില്ല, റെക്കോർഡ് ചെയ്യാൻ പാടില്ല. അത് കുറച്ചിട്ടുള്ള വാല്യൂ ആണ് റെക്കോർഡ് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ പഠിച്ചത്. സോ പർച്ചേസ് വാല്യൂ എത്ര, ട്രേഡ് ഡിസ്കൗണ്ട് കുറക്കി 25,000-ന് 10% കുറക്കി എന്ന് പറഞ്ഞാൽ 2,500 ലെസ് ചെയ്യും. 25,000 മൈനസ് 10% എന്ന് പറഞ്ഞാൽ 2,500 കുറച്ച്, യു വിൽ ഗെറ്റ് 22,500. അപ്പോൾ ഇതാണ് ആൻസർ. പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക, 22,500 ആണ്. ടു ക്യാഷ് എന്ന് പറഞ്ഞാൽ എഴുതുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ 5% കൂടി കുറച്ചിട്ട് എഴുതാം. ടു ഡിസ്കൗണ്ട് റിസീവ്ഡ്, ഇതാണ് അതിൻ്റെ എൻട്രി വരെ. ഡിസ്കൗണ്ട് റിസീവ്ഡ് ക്രെഡിറ്റ് വരെ അല്ലേ. ടു ക്യാഷ്, ടു ഡിസ്കൗണ്ട് റിസീവ്ഡ്. അപ്പോൾ ക്യാഷ് ഡിസ്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യും, ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യും. ട്രേഡ് ഡിസ്കൗണ്ട് എന്താ ചെയ്യുക, ആ വാല്യൂ കുറച്ചിട്ടുള്ള എമൗണ്ട് ആണ് എടുക്കേണ്ടത് അല്ലേ. അപ്പോൾ ട്രേഡ് ഡിസ്കൗണ്ട് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഏത് വാല്യൂ എടുക്കേണ്ടത്, ഇൻവോയ്സ് വാല്യൂനോട് അല്ലെങ്കിൽ ആ തന്ന എമൗണ്ടിനോട് ട്രേഡ് ഡിസ്കൗണ്ടിൻ്റെ എമൗണ്ട് കുറച്ചിട്ട് എത്രയാണോ കിട്ടുന്നത് ആ എമൗണ്ട് ആയിരിക്കും നിങ്ങൾ എന്തായിട്ട് എടുക്കേണ്ടത്, പർച്ചേസിൻ്റെ വാല്യൂ ആയിട്ട് എടുക്കേണ്ടത്. ക്യാഷ് ഡിസ്കൗണ്ട് റെക്കോർഡ് ചെയ്യണം. സോ അത് ടു ക്യാഷ് എന്ന് പറഞ്ഞിട്ട് എത്രയാണോ ക്യാഷ് ഡിസ്കൗണ്ട് അത് കുറച്ചിട്ടുള്ള വാല്യൂ കാണിക്കുക. ടു ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്ന് പറഞ്ഞിട്ട് ക്യാഷ് ഡിസ്കൗണ്ട് നിങ്ങൾക്ക് സെപ്പറേറ്റ് മെൻഷൻ ചെയ്യും. ഓക്കെ. സോ ആ ഏരിയ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അവിടെ ഞാൻ സെപ്പറേറ്റ് എന്ത് പറഞ്ഞിട്ടുണ്ട്, ട്രേഡ് ഡിസ്കൗണ്ട് റെക്കോർഡ് ചെയ്യാൻ പാടില്ല എന്നുള്ളതും ക്യാഷ് ഡിസ്കൗണ്ട് റെക്കോർഡ് ചെയ്യും എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട് അല്ലേ. ക്യാഷ് ഡിസ്കൗണ്ടിൻ്റെ എമൗണ്ടുകളാണ് ഡിസ്കൗണ്ട് അലൗഡ് ആയിട്ടും ഡിസ്കൗണ്ട് റിസീവ്ഡ് ആയിട്ടും നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. നെക്സ്റ്റ് നോക്ക്, ഗുഡ്സ് പർച്ചേസ്ഡ് ഫ്രം ശിവ ബട്ട് റോങ്ലി എൻറ്റേർഡ് ഇൻ ദ സെയിൽസ് റിട്ടേൺ ബുക്ക് ആഫ്റ്റർ റെക്ടിഫിക്കേഷൻ ഓഫ് എറർ ദ റിസൾട്ട് വിൽ ബി. ഇതിവിടെ പറയുന്നത് ഗ്രോസ് പ്രോഫിറ്റ് കൂടോ കുറയോ അല്ലെങ്കിൽ എഫക്റ്റ് ഉണ്ടാവോ ഇല്ല എന്നുള്ളതാണ്. നമുക്ക് ഗുഡ്സ് പർച്ചേസ് ഫ്രം ശിവൻ്റെ എൻട്രി എന്താണെന്ന് നോക്കി നോക്കാം. പർച്ചേസ് അക്കൗണ്ട് അറ്റഡ് ടു ശിവ. ഗുഡ്സ് പർച്ചേസ്ഡ് ഫ്രം ശിവൻ്റെ എൻട്രി എന്താണ്, പർച്ചേസ് അക്കൗണ്ട് അറ്റഡ് ടു ശിവ. സെയിൽസ് റിട്ടേൺ എൻട്രി എന്താ, സെയിൽസ് റിട്ടേൺ ഡെബിറ്റ് ബാലൻസ് അല്ലേ. സോ സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് അറ്റഡ് ടു ശിവ. സോ ഇവിടെ രണ്ടിലും ശിവ ക്രെഡിറ്റ് ഓക്കെയാണ്, പർച്ചേസിൻ്റെ പകരം സെയിൽസ് റിട്ടേൺ ആ ഡെബിറ്റിൽ വന്നത്. ഇത് 2 സൈഡ് എററാണ്, നമുക്കറിയാം. ട്രയൽ ബാലൻസ് ടാലി ആവും. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കാം അല്ലേ. രണ്ടും നോമിനൽ അക്കൗണ്ട്സ് ആണ്. സോ പർച്ചേസ് എന്നുള്ള അവിടെ സെയിൽസ് റിട്ടേൺ വന്നാലും അവിടെ ഗ്രോസ് പ്രോഫിറ്റിനെ എഫക്റ്റ് ചെയ്യില്ല, കാരണം ഡെബിറ്റ് ഓക്കെയാണ്. പർച്ചേസ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് ആണ്, സെയിൽസ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ ഇൻകം കുറയുന്നതാണ്. അപ്പോൾ രണ്ടായാലും അത് ഓക്കെയാണ്. ഒരു എക്സ്പെൻസ് കാണിച്ചാലും അല്ലെങ്കിൽ ആ എമൗണ്ട് ഇൻകത്തിൽ നിന്ന് കുറച്ചാലും ഗ്രോസ് പ്രോഫിറ്റ് റിമെയിൻ സെയിം, റൈറ്റ്. അപ്പോൾ ഇത് റെക്ടിഫൈ ചെയ്തത് കൊണ്ട് ഗ്രോസ് പ്രോഫിറ്റ് കൂടാനും പോകുന്നില്ല, ഗ്രോസ് പ്രോഫിറ്റ് കുറയാനും പോകുന്നില്ല. കാരണം എന്താ, രണ്ടായാലും ഡെബിറ്റിൽ തന്നെ നോമിനൽ അക്കൗണ്ട് വന്നത് അല്ലേ. അപ്പോൾ ഒരു നോമിനൽ ഐറ്റം ഡെബിറ്റിലാണ് വന്നതെങ്കിൽ സെയിൽസ് റിട്ടേണും ട്രേഡിംഗ് അക്കൗണ്ടിലാണ് വരാം, പർച്ചേസും ട്രേഡിംഗ് അക്കൗണ്ടിലാണ് വരാം, റൈറ്റ്. സെയിൽസ് റിട്ടേൺ സെയിൽസിനും കുറയുന്നതാണ്, പർച്ചേസ് എക്സ്പെൻസ് ആയി കാണിക്കുന്നതാണ്. രണ്ടിൻ്റെയും ട്രീറ്റ്മെൻറ്റ് ഒന്ന് ചിന്തിച്ച് നോക്ക്. ഒന്ന് എക്സ്പെൻസ് ആണ്, ഒന്നോ ഇൻകത്തിൽ നിന്നും കുറച്ചതാണ്. രണ്ടായാലും ഗ്രോസ് പ്രോഫിറ്റ് സെയിം അല്ല കിട്ടുക, എക്സ്പെൻസ് ആയി കാണിക്കുന്നതിന് പകരം അത് ഇൻകത്തിൽ നിന്നും കുറച്ചു, റൈറ്റ്. സോ ഇത് റെക്ടിഫൈ ചെയ്തത് കൊണ്ട് റെക്ടിഫിക്കേഷൻ എൻട്രി എന്താണ്, പർച്ചേസ് അക്കൗണ്ട് അറ്റഡ് ടു സെയിൽസ് റിട്ടേൺ. സെയിൽസ് റിട്ടേണെ ക്യാൻസൽ ചെയ്യുന്നു, പർച്ചേസിനെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു, അതാണ് റെക്ടിഫിക്കേഷൻ. ബട്ട് രണ്ടും നോമിനൽ ആയതുകൊണ്ട് തന്നെ രണ്ടിനെയും ഡെബിറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇത് റെക്ടിഫൈ ചെയ്തുകൊണ്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. ഗ്രോസ് പ്രോഫിറ്റ് റിമെയിൻ സെയിം, നോ എഫക്റ്റ് ഓൺ ഗ്രോസ് പ്രോഫിറ്റ്.
നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് അക്കൗണ്ട് ഹാസ് ഓൾവേസ് ഡെബിറ്റ് ബാലൻസ്? ബാങ്ക് അക്കൗണ്ട് അങ്ങനെയാണോ? ബാങ്ക് അക്കൗണ്ടിൽ ഡെബിറ്റ് ബാലൻസ് വരും കേട്ടോ, ഡെപ്പോസിറ്റ് ആണെങ്കിൽ. ബട്ട് ഓവർ ഡ്രാഫ്റ്റിനുള്ള ചാൻസ് ഉണ്ട്. സോ ഏത് ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് ആണ് ബാങ്ക്. ഇൻട്രസ്റ്റ് പെയ്ഡും ഉണ്ട്, റിസീവ്ഡും ഉണ്ട്. സോ നോമിനൽ ആയതുകൊണ്ട് രണ്ടിലും ചാൻസ് ഉണ്ട്. ഇൻട്രസ്റ്റ് പെയ്ഡ് നമുക്ക് ഡെബിറ്റ് ആണ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ് ക്രെഡിറ്റ് ആണ്. ഡ്രോയിങ്സ് ഓൾവേസ് ഡെബിറ്റ് ബാലൻസ്, റൈറ്റ്? ഡ്രോയിങ്സ് പറഞ്ഞാൽ എന്താ? ക്യാഷ് ഓർ ഗുഡ്സ് ഓർ എനി അതർ അസറ്റ് വിഡ്രോൺ ബൈ ഓണർ, അല്ലെങ്കിൽ വിഡ്രോൺ ഫോർ പേഴ്സണൽ യൂസ്. അല്ലെ, ഓണർ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു അസറ്റോ ക്യാഷോ ബാങ്കിൽ നിന്നോ എന്ത് ചെയ്തിട്ടുണ്ട്? എമൗണ്ട് എടുത്തിട്ടുണ്ട്. എന്നാൽ അതിനെ പറയുന്ന പേരാണ് ഡ്രോയിങ്സ്. ഡ്രോയിങ്സിന് നമുക്ക് ഡെബിറ്റ് ബാലൻസ് ഉണ്ടാവുള്ളൂ. ഒരു ഘട്ടത്തിലും നമ്മൾ അതിനെ എന്ത് ചെയ്യാറില്ല? ക്രെഡിറ്റ് ചെയ്യാറില്ല. ബാഡ് ഡെബ്റ്റ്സ് റിക്കവേർഡ് ഇൻകം ആണ്, അല്ലേ? സോ ക്രെഡിറ്റ് ബാലൻസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് അക്കൗണ്ടിങ് സൈക്കിൾ? ജേർണൽ അക്കൗണ്ടിങ് സൈക്കിളിൻ്റെ പാർട്ടാണ്. ട്രയൽ ബാലൻസ് ആണ്, ബാലൻസ് ഷീറ്റ് ആണ്, ഒബിയസ്ലി ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, അത് പാസ്ബുക്ക് ആണ്, അല്ലേ? ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അക്കൗണ്ടിങ് സൈക്കിളിൻ്റെ ഭാഗമല്ല. സോ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താ? പാസ്ബുക്ക് ആണ്. പാസ്ബുക്ക് നമ്മൾ അക്കൗണ്ടിങ് സൈക്കിളിൻ്റെ ഭാഗമാണ് അല്ല, നമുക്കത് ക്യാഷ് ബുക്ക് ഉണ്ട്, റൈറ്റ്? ദെൻ നെക്സ്റ്റ് നോക്ക്, ഇൻഫോർമേഷൻ അബൌട്ട് ഫൈനാൻഷ്യൽ പൊസിഷൻ. നമുക്കറിയാം ബിസിനസ്സിൽ രണ്ട് റിസൾട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് ഓപ്പറേറ്റിംഗ് റിസൾട്ട് ആണെങ്കിൽ ഒന്ന് ഫൈനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ കമ്പനിയാണ്. സോ ആൻസർ എന്താണ്? ബാലൻസ് ഷീറ്റ് ആണ്, അല്ലേ? ഓപ്പറേറ്റിംഗ് റിസൾട്ടിന് നമ്മൾ ചെയ്യുന്നതാണ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഫൈനാൻഷ്യൽ പൊസിഷന് നമ്മൾ കണ്ടുപിടിക്കുന്ന ബാലൻസ് ഷീറ്റ് ആണ്, റൈറ്റ്? ബാലൻസ് ഷീറ്റിന് ഒരു പേരും കൂടി ഉണ്ട്, ഇറ്റ്സ് എ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷൻ എന്ന് പറയും. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്ക്, മേജർ മിസ്റ്റേക്ക് അല്ലെങ്കിൽ കുറേ കുട്ടികൾ തെറ്റിക്കുന്ന ഒരു ഏരിയ ആണ് ഹെവി അഡ്വർടൈസിങ് കോസ്റ്റ് എന്ന് കാണുമ്പോൾ ഡെഫേർഡ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. പല ആൾക്കാരും മിസ്റ്റേക്ക് വരുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്, റൈറ്റ്? എടാ, ഒരു അഡ്വർടൈസ്മെന്റ് കോസ്റ്റ് എന്ന് പറയുന്ന റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്, നിങ്ങൾ അടിവരായിട്ട് പഠിച്ചു വെക്കുക, റൈറ്റ്? അഡ്വർടൈസ്മെന്റ് ഇസ് എ റവന്യൂ എക്സ്പെൻഡിച്ചർ, ഡൗട്ട് ഇല്ല. അഡ്വർടൈസ്മെന്റ് എന്താണ്? റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. അഡ്വർടൈസ്മെന്റ് എമൗണ്ട് പെയ്ഡ് ഫോർ 3 years, അത് ഡെഫേർഡ് റവന്യൂ ആണ്. 3 കൊല്ലത്തേക്ക് നമ്മൾ അതിൻ്റെ എമൗണ്ട് കൊടുത്തെന്നൊക്കെ പറയുമ്പോൾ അത് ഡെഫേർഡ് ആണ്. ബട്ട് ഇവിടെ എന്താ പറയുന്നത്? ഹെവി അഡ്വർടൈസിങ് കോസ്റ്റ് ഓഫ് ₹5 lakh സ്പെൻഡ് ഓൺ ദ ലോഞ്ചിങ് ഓഫ് കമ്പനീസ് ന്യൂ പ്രോഡക്റ്റ്. ഒരു ന്യൂ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 5 ലക്ഷം സ്പെൻഡ് ചെയ്ത്, അത് എത്ര ലക്ഷം സ്പെൻഡ് ചെയ്താലും, അത് 1 കോടി സ്പെൻഡ് ചെയ്താലും സ്റ്റിൽ അത് എന്തായിട്ടാണ് ട്രീറ്റ് ചെയ്യുക? treated as revenue expenditure and debited to profit and loss account. Okay, so അത് നോട്ട് ചെയ്ത് വെക്കുക. Then AS3 deals with the cash flow statement. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് നമ്മൾ പഠിക്കുമ്പോൾ അത് AS3 ആണ് നമ്മൾ പഠിക്കാറുണ്ടല്ലേ. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 3 ആണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ ലെഡ്ജർ ഫോളിയോ കോളം സ്റ്റാൻഡ്സ് ഇൻ ജേർണൽ. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ, ഒന്നും ഓവർ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ദെൻ സബ്സിഡറി ബുക്സ് ഏതൊക്കെയാണ് നമുക്കറിയാം? ക്യാഷ് ബുക്ക് ഉണ്ട്, പർച്ചേസ് ബുക്ക് ഉണ്ട്, സെയിൽസ് ബുക്ക് ഉണ്ട്, പർച്ചേസ് റിട്ടേൺ ഉണ്ട്, സെയിൽസ് റിട്ടേൺ ഉണ്ട്, ബിൽസ് റിസീവബിൾ, ബിൽസ് പേയബിൾ, ജേർണൽ പ്രോപ്പർ, അല്ലേ? ഇതെല്ലാം സബ്സിഡറി ആണ്, ഇതെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ആൻസർ എന്താണ്? ഓൾ ഓഫ് ദി എബോവ് ആണ്. ഓക്കെ, വാട്ട് ഇസ് ദ നീഡ് ഫോർ കമ്പനീസ് ടു മേക്ക് എ ട്രയൽ ബാലൻസ്? എടാ, ഒരു ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ പർപ്പസ് എന്താണെന്ന ചോദ്യം. ടോട്ടലി ദ ബാലൻസ് ഓഫ് ക്യാഷ് ആൻഡ് ദ ബാങ്കിൻ്റെ ക്യാഷിൻ്റെ ടോട്ടൽ ചെയ്യാൻ വേണ്ടിയിട്ടാണോ? അല്ല. ഫോർ കാൽക്കുലേറ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ്, അല്ല, അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ് നമ്മൾ ചെയ്യുക, അല്ലേ? ഫോർ ചെക്കിംഗ് ദ അരിത്തമാറ്റിക്കൽ ആക്യുറസി, ഇത് നോട്ട് ചെയ്ത് വെക്കണേ. ട്രയൽ ബാലൻസുമായി ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കീ വേർഡാണ് അരിത്തമാറ്റിക്കൽ ആക്യുറസി ചെക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ ടു വെരിഫൈ ദ അരിത്തമാറ്റിക്കൽ ആക്യുറസി ഓഫ് ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, റൈറ്റ്? ഇതാണ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഒബ്ജക്റ്റീവ്. ഓക്കെ, സോ അത് നോട്ട് ചെയ്ത് വെക്കുക. സി ആണ് ആൻസർ. ദെൻ ക്ലോസിംഗ് എൻട്രീസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓപ്പണിംഗ് എൻട്രീസ്, ക്ലോസിംഗ് എൻട്രീസ്, ട്രാൻസ്ഫർ എൻട്രീസ്, അല്ലേ? ഇതെല്ലാം നമ്മൾ പഠിച്ചതാണ്. എന്താ ഓപ്പണിംഗ് എൻട്രീസ് എന്ന് പറഞ്ഞാൽ? ഒരു ഇയറിലെ റിയൽ ആൻഡ് പേഴ്സണൽ അക്കൗണ്ട് നെക്സ്റ്റ് അക്കൗണ്ടിങ് ഇയറിലേക്ക് ഓപ്പൺ ചെയ്യുന്ന എൻട്രി. അസറ്റ്സ് അക്കൗണ്ട് ഡെറ്റ് ടു ലാബിലിറ്റീസ് ടു ക്യാപിറ്റൽ, നോട്ട് ചെയ്ത് വെച്ചോ, അതാണ് ഓപ്പണിംഗ് എൻട്രി. ഒരു ഇയറിലെ റിയൽ അക്കൗണ്ടും പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ബാലൻസ് ഷീറ്റിൽ അസറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ് നെക്സ്റ്റ് ഇയറിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യുന്ന എൻട്രി ആണത്. ക്ലോസിംഗ് എൻട്രി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഇയറിലെ നോമിനൽ അക്കൗണ്ട്സ്, എക്സ്പെൻസും ഇൻകംസും ആ ഇയറിൻ്റെ എൻഡിൽ എന്ത് ചെയ്യണം? ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് ക്ലോസ് ചെയ്യണം. അങ്ങനെ പാസ് ചെയ്യുന്ന എൻട്രിക്കാണ് നമ്മൾ എന്ത് പറയുക? ക്ലോസിംഗ് എൻട്രി എന്ന് പറയാം, അല്ലേ? അത് എങ്ങോട്ടാണ് പാസ് ചെയ്യുക? നോക്ക്, ട്രാൻസ്ഫറിങ് ദ ബാലൻസ് ടു ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നമ്മളിപ്പോൾ അത് ഓൾറെഡി പറഞ്ഞു, അല്ലേ? ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുക. അതിനാണ് ക്ലോസിംഗ് എൻട്രി എന്ന് പറയുക. ട്രാൻസ്ഫർ എൻട്രിയോ ഒരു അക്കൗണ്ടിൽ നിന്ന് മറ്റൊരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ഡ്രോയിങ്സ് ഉള്ള അക്കൗണ്ടിൽ നിന്ന് ക്യാപിറ്റൽ എന്ന അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് ട്രാൻസ്ഫറിങ് എൻട്രി എന്ന് പറയും. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്ക്, ഇതും നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. സാലറീസ് പെയ്ഡ് ഡ്യൂറിങ് ദ ഇയർ. സാലറി പെയ്ഡ് ആണ് ഈ ടേം, നിങ്ങൾ ശ്രദ്ധിക്കുക. സാലറി പെയ്ഡ് ഡ്യൂറിങ് ദ ഇയർ 88,900 ആൻഡ് സാലറീസ് were outstanding for 5 months. സാലറീസ് പെയ്ഡ് എത്ര ഉണ്ട്? 88,900 ഉണ്ട്. 5 months സാലറി എന്താണ്? ഔട്ട്സ്റ്റാൻഡിങ് ആണ്. ദ എമൗണ്ട് ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് സാലറി ഈസ്, വളരെ സിമ്പിൾ അല്ലേ? എടാ, 88,900 ആണ് നമ്മൾ ഈ വർഷം കൊടുത്തത്. അത് എത്ര മാസത്തേക്കുള്ള സാലറി ആയിരിക്കും? 7 months. അതെങ്ങനെ മനസ്സിലായി? 88,900 പെയ്ഡ് എന്ന് പറയുമ്പോൾ
5 മാസം കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞില്ലേ. സോ കൊടുത്തത് എത്ര മാസത്തായിരിക്കും? 7 months. ഒരു വർഷം 12 months ആണ്. അതിൽ 5 months ഔട്ട്സ്റ്റാൻഡിങ് ആണ്. അപ്പോൾ പെയ്ഡ് എത്ര ആയിരിക്കും? 7 months. അപ്പോൾ എത്ര ആൻസർ വരാം? 88,900 divided by 7. You will get 1 month salary as 12,700 into 5, 63,500. ഇതാണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് സിംഗിൾ സൈഡഡ് എറർ? ഇതിപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യനാണ്, വൺ സൈഡ് എറർ അല്ലേ. എടാ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് വൺ സൈഡ് എററുമായി ബന്ധപ്പെട്ട് വന്നത് അല്ലേ. ഇതിൽ ഏതാണ് വൺ സൈഡ് എറർ എന്നാണ് ചോദ്യം. സെയിൽസ് ഡേ ബുക്ക് വാസ് കാസ്റ്റ് ഷോർട്ട് ബൈ 10,000. സെയിൽസ് ഡേ ബുക്ക് ടോട്ടൽ ചെയ്തപ്പോൾ 10,000 കുറഞ്ഞു പോയി. സെയിൽസ് ഡേ ബുക്കിന് മാത്രമല്ല എഫക്ട് ചെയ്തിട്ടുള്ളൂ. സോ അത് വൺ സൈഡ് ആണ്. ക്യാഷ് പേ ടു സോഹൻ വാസ് പോസ്റ്റഡ് ടു ഹിസ് അക്കൗണ്ട് ആസ് 1,500. സോഹൻ്റെ അക്കൗണ്ടിൽ മാത്രം എമൗണ്ട് കുറഞ്ഞു പോയി. അപ്പോൾ സോഹൻ്റെ മാത്രമല്ല എഫക്ട് ചെയ്തിട്ടുള്ളൂ, വൺ സൈഡ് ആണ്. 5,000 റിസീവ്ഡ് ഫ്രം റിച്ച ഹാസ് ബീൻ ഡെബിറ്റഡ് ടു റീതു അക്കൗണ്ട് അല്ലേ. 5,000 റിസീവ്ഡ് ഫ്രം റിച്ചാൻ്റെ എൻട്രി എന്താ? ക്യാഷ് അക്കൗണ്ട് ഡെറ്റഡ് ടു റിച്ച എന്നാണ്. ഹാസ് ബീൻ ഡെബിറ്റഡ് ടു റിതു അല്ലേ. റിത്തുവിനെ ഡെബിറ്റാണ് ചെയ്തത്, ക്രെഡിറ്റും അല്ല. അപ്പോൾ ക്രെഡിറ്റിലൊന്നും ചെയ്തിട്ടില്ല. ക്യാഷും ഡെബിറ്റാണ്, റിത്തും എന്ന് പറയുന്ന ഡെബിറ്റാണ്. അപ്പോൾ ക്രെഡിറ്റ് ഒന്നും ചെയ്തിട്ടില്ല. സോ അതും വൺ സൈഡ് ആണ്. ട്രയൽ ബാലൻസ് വിൽ നോട്ട് എഗ്രി. സോ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇത് 3 വൺ സൈഡ് ആണ്. സോ ആൻസർ എന്തായിരിക്കും? ഓൾ ഓഫ് ദി എബവ്. നെക്സ്റ്റ് നോക്ക്, ക്രെഡിറ്റ് സെയിൽസ് അല്ലേ. ക്രെഡിറ്റ് സെയിൽസ് എത്രയാണ്? 6,50,000. ഗുഡ്സ് റിട്ടേൺഡ് എത്രയാണ്? ഗുഡ്സ് റിട്ടേൺഡ് 25,000 ഡ്യൂ ടു ഡിഫക്റ്റീവ് ക്വാളിറ്റി. ഓക്കെ, അതിൽ ക്രെഡിറ്റ് നോട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? റൈസ് ചെയ്തിട്ടുണ്ട്. ബട്ട് നോട്ട് റെക്കോർഡഡ് ഇൻ ദ ബുക്സ്. ബുക്സിൽ അത് റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയി. ഇതും എറേഴ്സ് ആണ് അല്ലേ. കംപ്ലീറ്റ് ഒമിഷൻ എന്നാണ് നമ്മൾ ഇതിനെ പറയുക. എന്താ പറയുക? കംപ്ലീറ്റ് ഒമിഷൻ. ഒരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യാനേ വിട്ടുപോയി. സോ കംപ്ലീറ്റ് ഒമിഷൻ ആണ്, റൈറ്റ്. 2 സൈഡ് എറർ ആണ്. ഓക്കെ, അറ്റ് ദ ടൈം ഓഫ് പ്രിപ്പയറിംഗ് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് ഇറ്റ് വിൽ ബി ആഡഡ് ടു ക്രെഡിറ്റ് സെയിൽ. ഒരിക്കലും ചെയ്യില്ലല്ലോ. ക്രെഡിറ്റ് സെയിലൊക്കെ ആഡ് ചെയ്ത് വീണ്ടും സെയിൽസ് കൂടല്ലേ ചെയ്യുക. അപ്പോൾ എന്തായിരിക്കും ആൻസർ? ഡിഡക്റ്റഡ് ഫ്രം ക്രെഡിറ്റ് സെയിൽസ് ബൈ 25,000 അല്ലേ. ആ സെയിൽസ് റിട്ടേൺ എമൗണ്ട് സെയിൽസിന് ഡിഡക്ട് ചെയ്യുക. അത്രേ ചെയ്യാനുള്ളൂ അല്ലേ. നെക്സ്റ്റ് നോക്ക്, ടോട്ടൽ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ ഓഫ് എൻ അസെറ്റ് കനോട്ട് എക്സീഡ്. എടാ ടോട്ടൽ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ എന്ത് ചെയ്യാൻ പാടില്ല? എക്സീഡ് ചെയ്യാൻ പാടില്ല. സ്ക്രാപ്പ് വാല്യൂ വളരെ ചെറുതല്ല, അതിനങ്ങോട്ട് എക്സീഡ് ആവുന്ന ഉറപ്പല്ല അല്ലേ. ഡിപ്രീസിബിൾ വാല്യൂ, അതാണ് അതിൻ്റെ ആൻസർ. ഡിപ്രീസിബിൾ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ? ഒറിജിനൽ കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ആണ് ഡിപ്രീസിബിൾ വാല്യൂ. അറിയില്ലെങ്കിൽ അവിടെ നോട്ട് ചെയ്ത് വെച്ചോ. ഡിപ്രീസിബിൾ വാല്യൂ ഈസ് ഈക്വൽ ടു, അറിയാത്ത ആൾക്കാർ നോട്ട് ചെയ്യണേ, പഠിക്കണം എന്നുള്ള ഇൻറ്റൻഷനിലാണ് ഇതെല്ലാം ഞാൻ നോട്ട് ചെയ്ത് തരുന്നത്. സോ എന്താണ് ഡിപ്രീസിബിൾ വാല്യൂ എന്ന് ചോദിച്ചാൽ, ഡിപ്രീസിബിൾ വാല്യൂൻ്റെ ആൻസർ ഒറിജിനൽ കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ. ഒറിജിനൽ കോസ്റ്റിൽ നിന്ന് സ്ക്രാപ്പ് വാല്യൂ മൈനസ് ചെയ്യുക. കാരണം അത് റിക്കവറബിൾ ആണ്, തിരിച്ചു കിട്ടും. ബാലൻസ് എമൗണ്ട് റിക്കവറബിൾ അല്ല. സോ ദാറ്റ് ഈസ് കോൾഡ് ഡിപ്രീസിയബിൾ എമൗണ്ട് ഡിവൈഡഡ് ബൈ യൂസ്ഫുൾ ലൈഫ്. യു വിൽ ഗെറ്റ് ആനുവൽ ഡിപ്രീസിയേഷൻ. അപ്പോൾ ആനുവൽ ഡിപ്രീസിയേഷൻ എങ്ങനെ കാണാം? ഡിപ്രീസിയബിൾ എമൗണ്ട് ഡിവൈഡഡ് ബൈ യൂസ്ഫുൾ ലൈഫ്. അപ്പോൾ അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ആനുവൽ ഡിപ്രീസിയേഷൻ കിട്ടും. നോട്ട് ചെയ്ത് വെക്കുക. ഡിപ്രീസിയേഷനും മാർക്കറ്റ് വാല്യൂ ബേസ് ചെയ്തിട്ടല്ല നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഗ്രോസ് പ്രോഫിറ്റിൻ്റെ ഇക്വേഷൻ ആണ് ഗ്രോസ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു സെയിൽസ് മൈനസ് ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക്. അങ്ങനെ ഒരു ഇക്വേഷൻ നമുക്ക് എവിടെയും പഠിക്കാനില്ല. സോ അത് തെറ്റാണ്. സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് പ്ലസ് ഓപ്പണിംഗ് സ്റ്റോക്ക്, അതുമില്ല. സെയിൽസ് മൈനസ് ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്കും ഇല്ല അല്ലേ. സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ്, അതല്ലേ GP. എടാ സെയിൽസിൽ നിന്നും കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് കുറച്ച് എന്താ കിട്ടുക? ഗ്രോസ് പ്രോഫിറ്റ്. സിമ്പിൾ, റൈറ്റ്. സോ GP നമ്മൾ കണ്ടുപിടിച്ചു. ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ നോട്ട് എ ടാൻജിബിൾ റിയൽ അക്കൗണ്ട് അല്ലേ. എന്ന് പറഞ്ഞാൽ ടാൻജിബിൾ റിയൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ടാൻജിബിൾ ഫിക്സ്ഡ് അസറ്റ് അല്ലേ. പേറ്റന്റ് റൈറ്റ് ഇൻടാൻജിബിൾ ആണ്, ഇൻവെന്ററി ടാൻജിബിൾ ആണ്, പ്ലാന്റ് ആൻഡ് മെഷീനറി ക്യാഷ്. ഇപ്പോൾ ഏതാണ്? പേറ്റന്റ് ആണ്, അത് ഇൻടാൻജിബിൾ ആണ്. ബാക്കിയെല്ലാം ടാൻജിബിൾ ആണ്, റൈറ്റ്. ബാക്കി എല്ലാ അസറ്റ്സും ടാൻജിബിൾ ആണ്. ഇൻവെന്ററി ആണെങ്കിലും ടാൻജിബിൾ ആണ്, പ്ലാന്റ് ആൻഡ് മെഷീനറി ടാൻജിബിൾ ആണ്, ക്യാഷ് അക്കൗണ്ട് ടാൻജിബിൾ ആണ്, പേറ്റന്റ് റൈറ്റ് ആണ് ഇൻടാൻജിബിൾ ആയിട്ടുള്ളത്. ഓക്കെ, the next one, in which of the following method of depreciation the amount of depreciation gradually decrease every year? നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തപ്പോൾ സ്ട്രൈറ്റ് ലൈൻ മെത്തേഡുമായി ബന്ധപ്പെട്ട് 2 ക്വസ്റ്റ്യൻ ചെയ്തു. രണ്ടിലും നമ്മൾ റിപ്പീറ്റഡ് ആയി പറഞ്ഞ എന്താ? എല്ലാ വർഷവും ഡിപ്രീസിയബിൾ എമൗണ്ട് അല്ലെ ഡിപ്രീസിയേഷൻ എമൗണ്ട് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഫസ്റ്റ് ഇയർ ഡിപ്രീസിയേഷൻ തന്നെയാണ് സെക്കൻഡ് ഇയർ, അതന്നെയാണ് തേർഡ് ഇയർ, അതന്നെയാണ് ഫോർത്ത് ഇയർ. സോ എല്ലാ ഇയറിലെ ഡിപ്രീസിയേഷൻ എമൗണ്ട് എന്തായിരിക്കും? സെയിം ആയിരിക്കും സ്ട്രൈറ്റ് ലൈൻ മെത്തേഡിൽ. അപ്പോൾ ഇവിടെ ഏതായിരിക്കും ആൻസർ? റിട്ടൺ ഡൗൺ വാല്യൂ. ഓരോ വർഷവും ഡിപ്രീസിയേഷൻ എമൗണ്ട് റിഡ്യൂസ് ആയി വരും, റൈറ്റ്. അത് റിട്ടൺ ഡൗൺ വാല്യൂ ആണ്. ദെൻ നമ്മളോട് പർച്ചേസ് എമൗണ്ട് കാണാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സെയിൽസ് തന്നിട്ടുണ്ട്, ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട്, ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്, റേറ്റ് ഓഫ് GPയും തന്നിട്ടുണ്ട്, 20% ആണ്. സോ നമ്മൾ എങ്ങനെയാണ് കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് കാണാം? നമ്മൾ തൊട്ട് മുമ്പ് അല്ലേ, കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് ഈസ് ഈക്വൽ ടു, തൊട്ട് മുമ്പ് നമ്മളൊരു ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ട്, സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് ആണ് GP എന്ന്. അപ്പോൾ സെയിൽസ് മൈനസ് GP ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് കിട്ടും. എടാ സെയിൽസിൽ നിന്നും കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് കുറച്ച് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. എന്നാൽ സെയിൽസിന് ഗ്രോസ് പ്രോഫിറ്റ് കുറച്ച് എന്ത് കിട്ടും?
കോസ്റ്റ് കിട്ടും. അതങ്ങനെ തന്നെയല്ലേ, സെയിൽസിനും പ്രോഫിറ്റ് കുറച്ച് കോസ്റ്റ് കിട്ടും. സോ എങ്ങനെ സെയിൽസ് എമൗണ്ട് എത്ര 2,40,000, ഗ്രോസ് പ്രോഫിറ്റ് എത്ര അതിൻ്റെ 20% എന്ന് പറഞ്ഞാൽ 48,000. സോ യു വിൽ ഗെറ്റ് 1,92,000. 1,92,000 ആണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഇനി കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഇക്വേഷന് നിങ്ങൾക്കറിയാം, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾക്കറിയാം. ഏതാ? ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഇതാണ് എന്ത്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണാനുള്ള ഇക്വേഷൻ. ഇതിൽ എന്തൊക്കെ നമുക്കറിയാം? 1,92,000 ആണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്നറിയാം. ഓപ്പണിംഗ് സ്റ്റോക്ക് 36,000 ആണെന്നറിയാം. പർച്ചേസ് എത്രയാണെന്ന് നമുക്ക് അറിയില്ല, റൈറ്റ്? പർച്ചേസ് വാല്യൂ നമുക്ക് തന്നിട്ടില്ല. ക്ലോസിംഗ് സ്റ്റോക്ക് 45,000 ആണ്. ഇത് സിംപ്ലിഫൈ ചെയ്താൽ 36 45 കുറച്ചാൽ -9,000 ആണ്. അത് ഇങ്ങോട്ട് വരുമ്പോൾ +9,000 ആവും. വിൽ ഗെറ്റ് 2,01,000. ആൻസർ എത്രയാണ്? 2,01,000. ഇത് സിംപ്ലിഫൈ ചെയ്താൽ മതി. ഓക്കെ, ഇത് സിംപ്ലിഫൈ ചെയ്താൽ മതി. ദെൻ ബാലൻസ് ഷീറ്റിൽ എന്താ കാണിക്കുക എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു. അത് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല. ഫൈനാൻഷ്യൽ പൊസിഷനാണ്. ഫൈനാൻഷ്യൽ റിസൾട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസും ഫൈനാൻഷ്യൽ പൊസിഷൻ ബാലൻസ് ഷീറ്റുമാണ്. ഓക്കെ, ദെൻ ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത് കെപ്റ്റ് ഇൻ ദ ബിസിനസ് ഫോർ യൂസ് ഓവർ എ ലോങ് ടൈം ഫോർ ഏണിംഗ് ഇൻകം. ശരിയാണ്, അത് ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. കുറേ കാലം നമ്മൾ യൂസ് ചെയ്യും ഇൻകം ഏൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, കറക്റ്റാണ്. മീൻ ഫോർ റീസെൽ അത് തെറ്റാണ്, സ്റ്റോക്കാണ് അല്ലേ. ദെൻ മീൻ ഫോർ കൺവേർഷൻ ഇൻ ടു ക്യാഷ് ആസ് ക്വിക്ലി ആസ് പോസിബിൾ ഒരിക്കലും അല്ല. നമ്മൾ പെട്ടെന്ന് ക്യാഷ് ആക്കാൻ വേണ്ടിയിട്ടാണോ? അല്ല. സോ ഏതാ ആൻസർ? എ ആണ്. ഓക്കെ, ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഷോസ്. നേരത്തെ നമ്മൾ ബാലൻസ് ഷീറ്റ് ഫൈനാൻഷ്യൽ പൊസിഷൻ ആണെന്ന് പറഞ്ഞപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്താണെന്ന് പറഞ്ഞാൽ ഫൈനാൻഷ്യൽ റിസൾട്ട് ആണ് അല്ലേ, ടു ദ കൺസേൺ ഫോർ എ പീരീഡ്. ഫൈനാൻഷ്യൽ പൊസിഷൻ ബാലൻസ് ഷീറ്റും ഫൈനാൻഷ്യൽ റിസൾട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസും ആണ്, റൈറ്റ്? ഫൈനാൻഷ്യൽ റിസൾട്ട് ഓഫ് ദ കൺസേൺ ഫോർ എ പീരീഡ് അല്ലേ, ഒരു വർഷത്തേക്കാണ് നമ്മൾ എന്ത് ചെയ്യുക? പ്രോഫിറ്റ് ആൻഡ് ലോസ് കാണാം. ഓക്കെ, ഓൺ എ പെർട്ടിക്കുലർ ഡേറ്റ് തെറ്റാണ്. ബാലൻസ് ഷീറ്റ് ആണ് എന്ത്? ഫൈനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ കൺസേൺ ഓൺ എ പെർട്ടിക്കുലർ ഡേറ്റ്. അപ്പോൾ രണ്ടും നിങ്ങൾ മനസ്സിലാക്കി വെക്കണേ. ബാലൻസ് ഷീറ്റ് ഫൈനാൻഷ്യൽ പൊസിഷൻ ഓൺ എ പെർട്ടിക്കുലർ ഡേറ്റ് ആണെങ്കിൽ ഇത് കൺസേൺ ഫോർ എ പീരീഡ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫീച്ചർ ഓഫ് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട്? നോട്ട് എ ഫീച്ചർ അല്ലേ. എടാ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സിൻ്റെ ഫീച്ചർ അല്ലാത്തത് ഏതാണെന്ന ചോദ്യം. ഇറ്റ്സ് എ സമ്മറി ഓഫ് ക്യാഷ് ബുക്ക്. കറക്റ്റ് ആണ് അല്ലേ. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് ക്യാഷ് ബുക്കിൻ്റെ സമ്മറിയാണ്. ഇറ്റ് ഫോളോസ് റിയൽ അക്കൗണ്ട്. അതും കറക്റ്റാണ്, അസറ്റ് ആണ്, റിയൽ അക്കൗണ്ട് ആണ്. ഇറ്റ് പ്രിപ്പയർഡ് അക്കോർഡിംഗ് ടു അക്രൂവൽ ബേസ്. അത് തെറ്റാണ്. കാരണം അക്രൂവൽ ബേസിസിലല്ല ക്യാഷ് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അല്ലെങ്കിൽ ക്യാഷ് ബുക്ക് കീപ്പ് ചെയ്യുക. ക്യാഷ് ബേസിസിലാണ്. ആക്ച്വൽ റെസിപ്റ്റ്സും ആക്ച്വൽ പേയ്മെൻറ്റ്സും മാത്രമേ ഉണ്ടാവുള്ളൂ, റൈറ്റ്? ആക്ച്വൽ റെസിപ്റ്റ്സും ആക്ച്വൽ പേയ്മെൻറ്റ്സും മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സിൽ റെക്കോർഡ് ചെയ്യുള്ളൂ. അക്രൂവൽ ബേസിസിലല്ല, നമ്മൾ കിട്ടുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് റെക്കോർഡ് ചെയ്യുന്നത് അല്ലേ. ഓൾ ക്യാഷ് റെസിപ്റ്റ്സ് ബോത്ത് ക്യാപിറ്റൽ ആൻഡ് റവന്യൂ ഡ്യൂറിംഗ് ദ പീരീഡ് ആർ ഡെബിറ്റഡ്. കറക്റ്റാണ്. ക്യാഷ് ബുക്കിൽ ക്യാപിറ്റലും റവന്യൂ ഐറ്റംസും ഒക്കെ റെക്കോർഡ് ചെയ്യും. എടാ ക്യാപിറ്റൽ റെസിപ്റ്റ് എന്ന് പറയുന്നത് ലോൺ എടുത്ത് ഓണർ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഇതെല്ലാം ക്യാപിറ്റൽ റെസിപ്റ്റ്, അത് റെക്കോർഡ് ചെയ്യും. സെയിൽസ് റെക്കോർഡ് ചെയ്യും, ഇൻട്രസ്റ്റ് റിസീവ്ഡ് റെക്കോർഡ് ചെയ്യും. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് അല്ലെങ്കിൽ ക്യാഷ് ബുക്ക് അല്ലെങ്കിൽ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് ഇതെല്ലാം സെയിം ആണ്. ഇതെല്ലാം ക്യാഷ് ബേസിസിലാണ്. നമ്മൾ ക്യാപിറ്റൽ ആവട്ടെ റവന്യൂ ഐറ്റംസ് ആവട്ടെ ക്യാഷ് റെസിപ്റ്റ്സ് ഉണ്ടാവും. നമ്മൾ റെസിപ്റ്റ്സിൻ്റെ ഡെബിറ്റിലും പേയ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ പേയ്മെൻറ്റ് സൈഡിലും റെക്കോർഡ് ചെയ്യും. സോ ആൻസർ എന്താണ്? അക്രൂവൽ ബേസ് എന്നുള്ളത് തെറ്റാണ്, റൈറ്റ്? ദെൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്താ? നോമിനൽ അക്കൗണ്ട്. നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. നോമിനൽ അക്കൗണ്ടിനെ ലിസ്റ്റ് ചെയ്താൽ എല്ലാ എക്സ്പെൻസും എല്ലാ ഇൻകംസും നോമിനൽ അക്കൗണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ നോമിനലാണ്. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നോമിനലാണ്. കൺസൈൻമെൻറ്റ് അക്കൗണ്ട് നോമിനലാണ്. ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട് നോമിനലാണ്. ഇതെല്ലാം നോമിനൽ അക്കൗണ്ട്സ് ആണ്. അപ്പോൾ നോട്ട് ചെയ്ത് വെച്ചോ. ഏതൊക്കെയാണ്? ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് നോമിനലാണ്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ നോമിനലാണ്, കൺസൈൻമെൻറ്റ് അക്കൗണ്ട് നോമിനലാണ്, ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട് നോമിനലാണ്. ഇതെല്ലാം നിങ്ങൾക്ക് എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഏരിയ ആണ്. സോ നോട്ട് ചെയ്ത് വെക്കുക. ദെൻ നെക്സ്റ്റ് നോക്ക്. If 50,000 was outstanding at the beginning of the year towards subscription, non-profit organization ആണ്, നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. 1 lakh is received during the year. ഇത് ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദ ബിഗിനിങ് ആണ്. ഇത് റിസീവ്ഡ് ഡ്യൂറിങ് ദ ഇയർ. ഇത് ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദി എൻഡ്. 3 കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്. നമുക്ക് അതിൻ്റെ ഇക്വേഷൻ അറിയാം. റിസീവ്ഡ് ഡ്യൂറിങ് ദ ഇയറിനോട് ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദി എൻഡ് ആഡ് ചെയ്യണം, കാരണം അത് ആ വർഷത്തതാണ് അല്ലേ. ബിഗിനിങ് എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം, കാരണം അത് ലാസ്റ്റ് ഇയർത്തതാണ്. സോ നമുക്ക് എന്ത് കിട്ടും? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ റെക്കോർഡ് ചെയ്യേണ്ട എമൗണ്ട് കിട്ടും. യു വിൽ ഗെറ്റ് 1,10,000. ഓക്കെ അല്ലേ. അപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ ഏത് വാല്യൂ റെക്കോർഡ് ചെയ്യുക? ഈ വർഷത്തെ സബ്സ്ക്രിപ്ഷൻ ഫോർ ദ ഇയർ. റിസീവ്ഡ് അല്ല കേട്ടോ, ഫോർ ദ ഇയർ. സോ നമുക്ക് എങ്ങനെ കിട്ടും? ഫോർ ദ ഇയർ നമുക്ക് എങ്ങനെ കിട്ടി? എത്രയാണോ റിസീവ് ചെയ്തത് അതിലേക്ക് ഈ വർഷം കിട്ടാനുള്ളത് ആഡ് ചെയ്തു, ലാസ്റ്റ് ഇയർത്തത് ലെസ് ചെയ്തു. യു വിൽ ഗെറ്റ് സബ്സ്ക്രിപ്ഷൻ ഫോർ ദ ഇയർ അല്ലെങ്കിൽ എമൗണ്ട് ടു ബി ക്രെഡിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, റൈറ്റ്? സോ അത് കിട്ടി. ദെൻ നെക്സ്റ്റ് നോക്ക്. ആവറേജ് സ്റ്റോക്ക് 1,20,000. ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ്
30,000 മോർ ദാൻ ഓപ്പണിംഗ് സ്റ്റോക്ക്. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാണെന്ന് അറിയില്ല, പക്ഷെ അവർ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 30,000 ആണ്. ഓപ്പണിംഗ് സ്റ്റോക്കിനേക്കാൾ 30,000 കൂടുതലാണ് ആര്? ക്ലോസിംഗ് സ്റ്റോക്ക്. ദെൻ ദ വാല്യൂ ഓഫ് ഓപ്പണിംഗ് സ്റ്റോക്ക്. നമ്മളോട് ചോദിച്ചത് എന്താ? ഓപ്പണിംഗ് സ്റ്റോക്ക് എത്ര എന്നാണ്, റൈറ്റ്? ഇവിടെ ആവറേജ് കാണാനുള്ള ഇക്വേഷൻ എന്താ? ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് ബൈ 2 അല്ല ആവറേജ് സ്റ്റോക്ക്. എങ്ങനെ നമ്മൾ ആവറേജ് ഇൻവെൻട്രി കാണാം? ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് ബൈ 2. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മൾ എക്സ് ആയിട്ട് കൺസിഡർ ചെയ്യും. ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയാണെന്ന് നമുക്ക് അറിയില്ല. അങ്ങനെയാണെങ്കിൽ ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയായിരിക്കും? എക്സ് പ്ലസ് 30,000. എടാ ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയാണെന്ന് നമുക്കറിയോ? ഇല്ല. സോ നമ്മളത് എന്തായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്? എക്സ് ആണ്, റൈറ്റ്? അങ്ങനെയാണെങ്കിൽ ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയായിരിക്കും? എക്സ് പ്ലസ് 30,000. ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയാണെന്ന് അറിയില്ല, പക്ഷേ ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് 30,000 ആയിരിക്കും. ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ നിങ്ങൾക്ക് ആവറേജ് കിട്ടും. അത് നമുക്ക് എത്രയാണെന്ന് അറിയാം. 1,20,000 ആണ്. 2 ഇങ്ങോട്ട് വരുമ്പോൾ എത്ര ആവും? 2,40,000 ആവും. 2,40,000 ഈസ് ഈക്വൽ ടു 2x പ്ലസ് 30,000 ആവും. 2x പ്ലസ് 30,000. ഇനി പ്ലസ് 30,000 ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും? 2,10,000 ആവും. ഈസ് ഈക്വൽ ടു 2x. ഇനി എക്സ് എത്ര ആയിരിക്കും? 1,05,000. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയാണ്? 1,05,000. ക്ലോസിംഗ് സ്റ്റോക്ക് അപ്പോൾ എത്രയായിരിക്കും? 1,35,000. 30,000 അല്ലേ ഡിഫറൻസ്? അങ്ങനെയല്ല അതിൻ്റെ ആവറേജ് 1,20,000 ആയത്. 1,05,000 പ്ലസ് 1,35,000 ഡിവൈഡഡ് ബൈ 2 യു വിൽ ഗെറ്റ് 1,20,000, റൈറ്റ്? സോ ഓപ്പണിംഗ് സ്റ്റോക്ക് ആണ് ചോദ്യം. നമ്മളത് 1,05,000 എന്ന് പറഞ്ഞു അല്ലേ? ഡാഷ് കണ്ടെയ്ൻസ് ക്ലോസിംഗ് ബാലൻസ് ഓഫ് റിയൽ ആൻഡ് പേഴ്സണൽ അക്കൗണ്ട്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടേ ഉള്ളൂ ഓപ്പണിംഗ് എൻട്രി അല്ലേ? ഓപ്പണിംഗ് എൻട്രി നമ്മൾ ഏതാ പാസ് ചെയ്യുക? റിയൽ ആൻഡ് പേഴ്സണൽ അക്കൗണ്ട്. എന്താ ഓപ്പണിംഗ് എൻട്രി? നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്യുന്ന ഐറ്റം. അത് എവിടെ ഉണ്ടാവുക? ബാലൻസ് ഷീറ്റിൽ, റൈറ്റ്? സോ ആൻസർ എന്താണ്? ബാലൻസ് ഷീറ്റ്. അപ്പോൾ ബാലൻസ് ഷീറ്റിൽ എന്തേ ഉണ്ടാവുള്ളൂ? റിയൽ ആൻഡ് പേഴ്സണൽ അക്കൗണ്ട്സ്. നോമിനൽ അക്കൗണ്ട്സ് എവിടെ ഉണ്ടാവുക? ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കുക, ഓക്കെ? ദെൻ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് പറഞ്ഞാൽ എന്താ? എക്സ്പെൻസ് പെയ്ഡ് ബട്ട് നോട്ട് യെറ്റ് ഡ്യൂ. അത് ഔട്ട്സ്റ്റാൻഡിങ് അല്ലല്ലോ, പ്രീപെയ്ഡ് അല്ലേ? നെക്സ്റ്റ് എക്സ്പെൻസ് പെയ്ഡ് ഡ്യൂറിങ് ദ അക്കൗണ്ട് ഇയർ. അത് നോർമൽ ആണ് അല്ലേ? എക്സ്പെൻസ് ഡ്യൂ ബട്ട് നോട്ട് യെറ്റ് പെയ്ഡ്. എക്സ്പെൻസ് കൊടുക്കാനുള്ള സമയമായി ബട്ട് സ്റ്റിൽ നോട്ട് പെയ്ഡ്. അങ്ങനെയാണെങ്കിൽ അത് ഔട്ട്സ്റ്റാൻഡിങ് ആണ്, റൈറ്റ്? ഇനി നെക്സ്റ്റ് നോക്ക്. നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാൽക്കുലേഷൻ ആണ് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെബ്റ്റ്സ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ ഓൾറെഡി ഓൾഡ് പ്രൊവിഷൻ ഉണ്ട്, ഡെപ്റ്റേഴ്സ് തന്നിട്ടുണ്ട്. ന്യൂ പ്രൊവിഷൻ 10% ഓൺ ഡെപ്റ്റേഴ്സ് എന്നാണ് പറയുന്നത്. എത്ര വരാം? 1,50,000 ആണ് ഡെപ്റ്റേഴ്സ്. അതിൻ്റെ 10% എന്ന് പറയുമ്പോൾ യു വിൽ ഗെറ്റ് 15,000. സോ 15,000 ആണ് എന്ത്? ന്യൂ പ്രൊവിഷൻ. ഇതാണ് നമുക്ക് ന്യൂ പ്രൊവിഷൻ ആയിട്ട് കിട്ടുന്നത്, ഓക്കെ? സോ ക്വസ്റ്റ്യൻ എന്താണ്? ദ എമൗണ്ട് ഓഫ് പ്രൊവിഷൻ ടു ബി ഷോൺ ഇൻ ബാലൻസ് ഷീറ്റ് വിൽ ബി. നിങ്ങൾ ഏത് എമൗണ്ടാണ് ബാലൻസ് ഷീറ്റിൽ കാണിക്കുക? ബാലൻസ് ഷീറ്റിൽ ന്യൂ പ്രൊവിഷൻ ഫുള്ള് കാണിക്കും, റൈറ്റ്? സോ 15,000. ബാലൻസ് ഷീറ്റിൽ നമ്മൾ എങ്ങനെ കാണിക്കുക? സൺട്രി ഡെപ്റ്റേഴ്സ് ലെസ് ന്യൂ പ്രൊവിഷൻ, റൈറ്റ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എത്ര കാണിക്കുക? 2,000. അതെങ്ങനെയാ? ന്യൂ പ്രൊവിഷൻ ലെസ് ഓൾഡ് പ്രൊവിഷൻ. ന്യൂ പ്രൊവിഷൻ എത്ര? 50,000 ലെസ് ഓൾഡ് പ്രൊവിഷൻ എത്ര? 13,000. യു വിൽ ഗെറ്റ് 2,000. അതാണ് നമ്മൾ എന്ത് ചെയ്യുക? ഡെബിറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ്. സോ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നിങ്ങൾ എടുക്കൽ 2,000ഉം ന്യൂ ബാലൻസ് ഷീറ്റിലേക്ക് വരുമ്പോൾ ന്യൂ പ്രൊവിഷൻ്റെ ഫുൾ വാല്യൂ എടുക്കണം എന്നാണ് റൂള്. അപ്പോൾ 15,000 ആണ് ആൻസർ, ഓക്കെ? അപ്പോൾ നിങ്ങൾ 2,000 ഇവിടെ ഉണ്ട്, ചാടിക്കയറി 2,000 ടിക്ക് ഇടരുത്. ക്വസ്റ്റ്യൻ നന്നായിട്ട് മനസ്സിലാക്കാം. പ്രോഫിറ്റ് ആൻഡ് ലോസിൽ എത്രയാണെന്ന് ചോദിച്ചാൽ അത് 2,000 ആണ്. ബാലൻസ് ഷീറ്റിൽ എത്ര എടുക്കാമെന്ന് ചോദിച്ചാൽ ന്യൂ പ്രൊവിഷൻ 15 തന്നെയാണ് റെക്കോർഡ് ചെയ്യേണ്ടത്, ഓക്കെ? ദെൻ വാട്ട് ആർ 3 കോമ്പോണൻറ്റ്സ് ഓഫ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്? നമ്മൾ ക്ലാസ്സുകളിൽ റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നതാണ്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഉറപ്പായിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ വരും. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ കോമ്പോണൻറ്റ്സ് അല്ലെങ്കിൽ അതിന് നമ്മളെങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നത് അല്ലേ? അതിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഇല്ല, ഇങ്ങനെ ഒരു സംഭവമില്ല. ഇതിലെല്ലാം അഡ്മിനിസ്ട്രേറ്റീവ് ഉണ്ട്. അപ്പോൾ ഡി ആണ് ആൻസർ. അഡ്മിനിസ്ട്രേറ്റീവ് എന്തിൻ്റെ കോമ്പോണൻസിലില്ല? ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിലില്ല. സോ അത് നോട്ട് ചെയ്ത് വെക്കുക. ഏതൊക്കെയാണ്? ഓപ്പറേറ്റിംഗ്, ഇൻവെസ്റ്റിംഗ്, ഫൈനാൻസിങ്. ഇത് മൂന്നുമാണ് നമ്മൾ ക്യാഷ് ഫ്ലോൻ്റെ കോമ്പോണൻസ് അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്, റൈറ്റ്? ഇനി നോക്ക്, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയിൽ എന്താ വരാമെന്നുള്ളതാണ്. പഠിച്ചു വെച്ചോട്ടോ. ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയിൽ ഫിക്സഡ് അസറ്റും ഇൻവെസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ടത് മാത്രമേ വരുള്ളൂ. ഏതൊക്കെ? ഫിക്സഡ് അസറ്റ്സും ഇൻവെസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ടത്. ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ? ലാൻഡ്, ബിൽഡിംഗ് എല്ലാം പെട്ട്, റൈറ്റ്? എല്ലാ ഫിക്സഡ് അസറ്റും പെട്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡ് ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതും പെട്ട്, റൈറ്റ്? ഇവിടെ നോക്ക്, പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ് ഇൻ ക്യാഷ് ഇൻവെസ്റ്റിംഗ് ആണ്, ഫിക്സഡ് അസറ്റ് ആണ്. പർച്ചേസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ക്യാഷ് അതും ഇൻവെസ്റ്റിംഗ് ആണ്. ദെൻ റിസീവ്ഡ് ഫ്രം ഡിസ്പോസൽ ഓഫ് ഫിക്സഡ് അസറ്റ് അതും ഇൻവെസ്റ്റിംഗ് ആണ്. കാരണം ഇതെല്ലാം അസറ്റുമായി ബന്ധപ്പെട്ടതാണ്. സോ അത് ഓൾ ഓഫ് ദി അബോവ് ആണ് അല്ലേ? അപ്പോൾ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീൻ്റെ പാർട്ടിൽ ഏതൊക്കെ വരാം? ഫിക്സഡ് അസറ്റ്സും വരും, ഇൻവെസ്റ്റ്മെൻറ്റും വരും, റൈറ്റ്? അതിൽ ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡ് റിസീവ്ഡ് വരെ. ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡ് പെയ്ഡ് ഫൈനാൻസിങ് ആണ്. നോട്ട് ചെയ്ത് വെക്കുക. ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡ് റിസീവ്ഡ് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീൻ്റെ ക്യാഷ് ഇൻഫ്ലോ ആണ്. ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡ് പെയ്ഡ്
ഫൈനാൻസിങ് ആക്ടിവിറ്റീൻ്റെ ക്യാഷ് ഔട്ട്ഫ്ലോ ആണ്. അത് രണ്ടും ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ ഇൻക്ലൂഡഡ് അല്ല. സോ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ, നമുക്കത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ വരുന്ന എക്സാമിന് അത് എക്സ്പെക്ട് ചെയ്യാം, റൈറ്റ്? ദെൻ നെക്സ്റ്റ് നോക്ക്, ഡിപ്രീസിയേഷൻ ഓൺ ഫാക്ടറി എക്യുപ്മെൻറ്റ് വുഡ് ബി റിപ്പോർട്ടഡ് ഇൻ ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്യാഷ് ഫ്ലോ പ്രിപ്പയർഡ് ബൈ ഇൻഡയറക്റ്റ് മെത്തേഡ്. നമുക്കറിയാം 2 മെത്തേഡ് ഉണ്ട് അല്ലേ, 2 മെത്തേഡ് ഉണ്ട് ക്യാഷ് ഫ്ലോ. ഡയറക്റ്റ് മെത്തേഡും ഉണ്ട്, ഇൻഡയറക്റ്റും ഉണ്ട്. ഡയറക്റ്റ് മെത്തേഡും ഇൻഡയറക്റ്റും തമ്മിലുള്ള ഡിഫറൻസ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിലാണ്. ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് ആവട്ടെ, ഫൈനാൻസിങ് ആക്ടിവിറ്റി ആവട്ടെ, ഡയറക്റ്റ് മെത്തേഡും ഇൻഡയറക്റ്റ് മെത്തേഡും സെയിം ആണ്, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. എന്നാൽ ഇൻഡയറക്റ്റ് മെത്തേഡ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി നെറ്റ് പ്രോഫിറ്റ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേഷൻ കാണണം, അല്ലെങ്കിൽ നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി കാണണം. അപ്പോൾ നമ്മൾ റിവേഴ്സ് ചെയ്യും എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്യണം. എന്ത് അഡ്ജസ്റ്റ് ചെയ്യണം? നോൺ ക്യാഷ് ആൻഡ് നോൺ ഓപ്പറേറ്റിംഗ് ആയിട്ട്. ഇത് ഡിപ്രീസിയേഷൻ നോൺ ക്യാഷ് ആയിട്ടാണ് നമുക്കറിയാം. സോ അത് തിരിച്ച് നെറ്റ് പ്രോഫിറ്റിലേക്ക് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഏത് ആക്ടിവിറ്റിയിൽ? ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിൽ. അത് നോട്ട് ചെയ്ത് വെച്ചോട്ടോ മക്കളെ. ഡിപ്രീസിയേഷൻ ഇൻഡയറക്റ്റ് മെത്തേഡിൽ, ഇൻഡയറക്റ്റ് നെറ്റ് പ്രോഫിറ്റ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നമ്മൾ റിവേഴ്സ് ചെയ്യണം. ഏതൊക്കെ? നോൺ ക്യാഷും ആഡ് ബാക്ക് ചെയ്യണം, നോൺ ഓപ്പറേറ്റിംഗ് ആഡ് ബാക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ? ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിലെ ക്യാഷ് ഫ്ലോ കിട്ടുള്ളൂ. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ഈ പറഞ്ഞ ഡിഫറൻസ് കേട്ടോ, ക്യാഷ് ഫ്ലോ 2 രീതിയിൽ ചെയ്യാം, ഡയറക്റ്റും ഉണ്ട് ഇൻഡയറക്റ്റും ഉണ്ട്. ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ഡിഫറൻസ് ഓപ്പറേറ്റിംഗിൽ മാത്രമേ ഉള്ളൂ. ഓപ്പറേറ്റിംഗിൽ ഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ ക്യാഷ് സെയിൽസ്, ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ് ഒക്കെ ഡയറക്റ്റ് ആണ്. ക്യാഷ് സെയിൽസ് ഡയറക്റ്റ് ആണ്. ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ് തന്നിട്ടുണ്ടാവും. ക്യാഷ് പർച്ചേസ് ആയിരുന്നു മൈനസ് ചെയ്യുക, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് മൈനസ് ചെയ്യുക, ഇൻകം ടാക്സ് മൈനസ് ചെയ്യുക, യു വിൽ ഗെറ്റ് നെറ്റ് ക്യാഷ്, റൈറ്റ്? അതാണ് ഡയറക്റ്റ്. എല്ലാം തന്നിട്ടുണ്ട്, റൈറ്റ്? എല്ലാം തന്നിട്ടുണ്ട്. സോ കിട്ടിയതിൽ നിന്നും കൊടുത്തത് മൈനസ് ചെയ്ത് യു വിൽ ഗെറ്റ് നെറ്റ് ക്യാഷ്. എന്നാൽ ഇൻഡയറക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന നെറ്റ് പ്രോഫിറ്റ് വെച്ചിട്ടാണ്. സോ നമ്മൾ റിവേഴ്സ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? ഈ പറയുന്ന ഓപ്പറേറ്റിംഗിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അവിടെയാണ് ഈ ഡിപ്രീസിയേഷൻ ഉള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്ക്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ട്രാൻസാക്ഷൻ ഡസ് നോട്ട് ക്രിയേറ്റ് ഫ്ലോ ഓഫ് ഫണ്ട്. നമുക്കറിയാം ഫണ്ട് എന്ന് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ ഫണ്ട് എന്ന് മീൻ ചെയ്യുന്നത് എന്താ? വർക്കിംഗ് ക്യാപിറ്റലിനെയാണ്. നമ്മൾ ക്ലാസ്സുകളിൽ റിപ്പീറ്റഡ് ആയി പറയുന്നുണ്ട്, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഫോക്കസ് ചെയ്യുന്നത് വർക്കിംഗ് ക്യാപിറ്റലിനെയാണ്, റൈറ്റ്? ഫണ്ട് കൊണ്ട് മീൻ ചെയ്യുന്നത് എന്താ? വർക്കിംഗ് ക്യാപിറ്റലാണ്. ഓക്കെ, സോ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ച് ആവുന്നുണ്ടെങ്കിലാണ് അവിടെ ഫ്ലോ ഓഫ് ഫണ്ട് ഉണ്ട് എന്ന് പറയാം. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ച് ആവണമെങ്കിലുള്ള റൂൾ എന്താ? കറണ്ട് അസറ്റ് ടു കറണ്ട് അസറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ച് ആവില്ല. ഫോർ എക്സാമ്പിൾ, ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ്. അപ്പോൾ ക്യാഷ് കൂടും, ഡെപ്റ്റേഴ്സ് കുറയും, ബട്ട് സ്റ്റിൽ ടോട്ടൽ കറണ്ട് അസറ്റ് റിമെയിൻ സെയിം, വർക്കിംഗ് ക്യാപിറ്റൽ റിമെയിൻ സെയിം. സോ നോ ഫ്ലോ ഓഫ് ഫണ്ട്. അവിടെ ഫണ്ടിൻ്റെ ഫ്ലോ ഇല്ല എന്നാണ് നമ്മൾ പറയാം, റൈറ്റ്? അതുപോലെ തന്നെ ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ്, അവിടെ ലാബിലിറ്റി കുറയും, ക്യാഷും കുറയും, ബട്ട് സ്റ്റിൽ വർക്കിംഗ് ക്യാപിറ്റൽ റിമെയിൻ സെയിം, ദർ ഇസ് നോ ഫ്ലോ ഓഫ് ഫണ്ട്. സോ കറണ്ട് ടു കറണ്ട് ഐറ്റം വർക്കിംഗ് ക്യാപിറ്റൽ ഇക്വേഷൻ എന്താ? സി എ മൈനസ് സി എൽ ആണ്, അല്ലേ? സി എ മൈനസ് സി എൽ ആണ്. അപ്പോൾ സി എൻ്റെ ടോട്ടൽ ചേഞ്ച് ആവാത്തത്തോളം കാലം വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ച് വരില്ല, റൈറ്റ്? നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. 10 lakh ആണ് കറണ്ട് അസറ്റ്, 6 lakh ആണ് കറണ്ട് ലാബിലിറ്റി എങ്കിൽ യു വിൽ ഗെറ്റ് 4 lakh വർക്കിംഗ് ക്യാപിറ്റൽ, റൈറ്റ്? ഇവിടെ ഞാൻ എന്താ പറഞ്ഞത്? ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ്, ക്യാഷ് കൂടും ഡെപ്റ്റേഴ്സ് കുറയും, ബട്ട് സ്റ്റിൽ ടോട്ടൽ കറണ്ട് അസറ്റ് റിമെയിൻ സെയിം, വർക്കിംഗ് ക്യാപിറ്റലും 4 lakhs ആയിരിക്കും. സോ ദർ ഇസ് നോ ഫ്ലോ ഓഫ് ഫണ്ട്, റൈറ്റ്? അതുപോലെ തന്നെയാണ് നോൺ കറണ്ട് അസറ്റും നോൺ കറണ്ട് ലാബിലിറ്റിയും തമ്മിലുള്ള ട്രാൻസാക്ഷൻ. നോൺ കറണ്ട് അസറ്റും നോൺ കറണ്ട് ലാബിലിറ്റിയും തമ്മിലുള്ള ട്രാൻസാക്ഷൻസിനും അവിടെ വർക്കിംഗ് ക്യാപിറ്റൽ എഫക്റ്റ് ചെയ്യുന്നില്ല. സോ വർക്കിംഗ് ക്യാപിറ്റലിനെ ഇമ്പാക്റ്റ് ചെയ്യണമെങ്കിൽ റൂൾ എന്താണ്? ഒന്ന് നോൺ കറണ്ടും ഒന്ന് കറണ്ടും ആയിരിക്കണം. ഒരു നോൺ കറണ്ട് അസറ്റും ഒരു കറണ്ട് അസറ്റും തമ്മിലുള്ള ട്രാൻസാക്ഷൻ ആണെങ്കിൽ അവിടെ ഫ്ലോ ഓഫ് ഫണ്ട് ഉണ്ട്. കാരണം എന്താ? ഫോർ എക്സാമ്പിൾ, ഫിക്സ്ഡ് അസറ്റ് പർച്ചേസ് ചെയ്തു, സോ ക്യാഷ് കുറയും, കറണ്ട് ലാബിലിറ്റി റിമെയിൻ സെയിം. 2 ലക്ഷത്തിൻ്റെ ഫിക്സ്ഡ് അസറ്റ് പർച്ചേസ് ചെയ്തു, ക്യാഷ് ബാലൻസ് റിഡ്യൂസ് ടു 8 lakh, സോ കറണ്ട് ലാബിലിറ്റി റിമെയിൻ സെയിം, സോ വർക്കിംഗ് ക്യാപിറ്റൽ എത്രയായി? 2 lakh ആയി. സോ അവിടെ ഫ്ലോ ഓഫ് ഫണ്ട് ഉണ്ട്, വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ച് ആവുന്നുണ്ട്, റൈറ്റ്? അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ച് ആവുന്നുണ്ടെങ്കിൽ അവിടെ ഫ്ലോ ഓഫ് ഫണ്ട് ഉണ്ട് എന്നാണ് പറയാം. വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ച് ആവുന്നില്ലെങ്കിൽ നമ്മൾ അവിടെ എന്താ പറയുക? ഫ്ലോ ഓഫ് ഫണ്ട് ഇല്ല, അല്ലേ? നോ ഫ്ലോ ഓഫ് ഫണ്ട് എന്നാണ് നമ്മൾ പറയാം. ഓക്കെ, സോ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഈ ഇക്വേഷൻ ഈ പറഞ്ഞ ഇക്വേഷനിൽ ഇടുമ്പോൾ ഓരോ ട്രാൻസാക്ഷൻ ചേഞ്ച് വരാൻ കപ്പാസിറ്റി ഉണ്ടെങ്കിൽ, വെറുതെ എക്സാമ്പിൾ കൊടുക്കുക, ഇത് നമ്മൾ റാൻഡമായി കൊടുത്ത എക്സാമ്പിളാണ്, റൈറ്റ്? ഇവിടെ നോക്ക്, പർച്ചേസ്ഡ് ഫർണിച്ചർ ഇൻ ക്യാഷ്, ഇതാണ് അതിൻ്റെ എക്സാമ്പിൾ. പർച്ചേസ് ഫർണിച്ചർ ഇൻ ക്യാഷ്, അവിടെ എന്താവുന്നുണ്ട്? വർക്കിംഗ് ക്യാപിറ്റൽ റിഡ്യൂസ് ആവുന്നുണ്ട്, സോ ഫ്ലോ ഓഫ് ഫണ്ട് ഉണ്ട്. പർച്ചേസ് ഓഫീസ് എക്യുപ്മെൻറ്റ് ഓൺ ക്രെഡിറ്റ്, അവിടെയും ഫ്ലോ ഓഫ് ഫണ്ട് ഉണ്ട്, റൈറ്റ്? കാരണം എന്താ? ഓഫീസ് എക്യുപ്മെൻറ്റ് അസറ്റ് ആണ്, ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്ന കറണ്ട് ലാബിലിറ്റി ആണ്, റൈറ്റ്? ദെൻ purchased machinery by issue of shares, both are non-current items. മെഷീനറിയും നോൺ കറണ്ട് ആണ്, ഷെയർസും നോൺ കറണ്ട് ആണ്. സോ അതാണ് ആൻസർ. നോട്ട് ചെയ്ത് വെക്കുക, സിമ്പിളായിട്ട് പഠിച്ചു വെക്കുക. കറണ്ട് ടു കറണ്ട് ഐറ്റം വരുമ്പോൾ അവിടെ നോ ഫ്ലോ ഓഫ് ഫണ്ട് എന്ന് നിങ്ങൾ പറയാം. ഒരു കറണ്ട് ഐറ്റവും ഒരു നോൺ കറണ്ട് ഐറ്റവും വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവിടെ ഫ്ലോ ഓഫ് ഫണ്ട് ഉണ്ട്. ലൈക്ക് ഇഷ്യൂ ഓഫ് ഷെയർസ്, ഇഷ്യൂ ഓഫ് ഡിബെഞ്ചർ, ലോൺ ടേക്കൺ, പർച്ചേസ് ഓഫ് അസറ്റ്, പർച്ചേസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഇവിടെ എല്ലാം എന്തുണ്ട്? ഫ്ലോ ഓഫ് ഫണ്ട് ഉണ്ട്. ഒന്ന് നോൺ കറണ്ട് ആയിട്ടാണ്, ഒന്ന് കറണ്ട് ആയിട്ടാണ്. സോ ആ രീതിയിൽ നിങ്ങൾ നോക്കാം. പർച്ചേസ്ഡ് മെഷീനറി നോൺ കറണ്ട് ആണ്, ഇഷ്യൂ ഓഫ് ഷെയർസും നോൺ കറണ്ട് ആണ്. നമ്മൾ
മെഷീനറി പർച്ചേസ് ചെയ്തിട്ട് ഷെയർസ് കൊടുത്ത് ഈ ട്രാൻസാക്ഷൻ ക്യാഷ് ഫ്ലോയിൽ എഫക്റ്റ് ഇല്ലാത്തതാണ് കേട്ടോ. ഈ ട്രാൻസാക്ഷന് ക്യാഷ് ഫ്ലോയിൽ എന്തില്ല, നമ്മൾ എടുക്കാൻ പാടില്ല, കൺസിഡർ ചെയ്യാൻ പാടില്ല അല്ലേ. ഷെയർ നമ്മൾ എന്ത് ചെയ്ത് ഒരു മെഷീനറി പർച്ചേസ് ചെയ്തിട്ട് ഷെയർസ് കൊടുത്ത് അവിടെ ക്യാഷിന് ഒരു ഇമ്പാക്റ്റും ഇല്ല, റൈറ്റ്. സോ അത് എന്ത് ചെയ്യണം, ഇഗ്നോർ ചെയ്യണം, ആ ട്രാൻസാക്ഷൻ എടുക്കരുതെന്ന് നമ്മൾ പറയാം. അതുപോലെ തന്നെ ബോണസ് ഇഷ്യൂ ചെയ്യുന്ന എടുക്കരുത്, റൈറ്റ്. സോ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ഇത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ വന്നാലും അവിടെ എന്തെടുക്കരുത്, ഈ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കൺസിഡർ ചെയ്യരുത്. ഓക്കെ, ബാഡ് ഡെബ്റ്റ്സ് റിട്ടേൺ ഓഫ് വരും, കാരണം ഡെപ്റ്റേഴ്സ് കുറയും, പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസിന് എഫക്റ്റ് ചെയ്യുന്നത്. സോ ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്ന കറണ്ട് അസറ്റ് ആണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് നമ്മൾ ക്യാപിറ്റലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇക്വിറ്റീൻ്റെ അണ്ടറിലാണ് വരുന്നത്. സോ ബാഡ് ഡെബ്റ്റ്സ് റിട്ടേൺ ഓഫും ഈ പറഞ്ഞ വർക്കിംഗ് ക്യാപിറ്റലിനെ എഫക്റ്റ് ചെയ്യും. ഓക്കെ, സോ ഇത് മൂന്നും വർക്കിംഗ് ക്യാപിറ്റലിനെ എഫക്റ്റ് ചെയ്യുമെങ്കിലും പർച്ചേസ്ഡ് മെഷീനറി ബൈ ഇഷ്യൂ ഓഫ് ഷെയർസ് എഫക്റ്റ് ചെയ്യുന്നില്ല. അത് നിങ്ങൾ എന്ത് മനസ്സിലാക്കി വെക്കാം, നമ്മുടെ ക്യാഷ് ഫ്ലോയിലും അതിന് വേറെ എഫക്റ്റ് ഒന്നും വരുന്നില്ല. നെക്സ്റ്റ് നോക്ക്, ഏർണിങ്സ് പെർ ഷെയറും മാർക്കറ്റ് പ്രൈസും തന്നിട്ടുണ്ട്. എന്നിട്ട് നിങ്ങളോട് പ്രൈസ് ഏർണിംഗ് റേഷ്യോ കാണാൻ പറയുന്നുണ്ട്. അതിൻ്റെ ഇക്വേഷൻ ഇത്രയേ ഉള്ളൂ, മാർക്കറ്റ് പ്രൈസ് ഷെയർ ഡിവൈഡഡ് ബൈ ഏർണിങ്സ് പെർ ഷെയർ. നിങ്ങൾ പഠിച്ചു വെക്കണേ, പ്രൈസ് ഏർണിംഗ് റേഷ്യോൻ്റെ ഇക്വേഷൻ എന്താണ്, മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ 30 ഡിവൈഡഡ് ബൈ ഏർണിങ്സ് പെർ ഷെയർ. സോ യു വിൽ ഗെറ്റ് 5 ഉണ്ടോ നോക്ക്, റേഷ്യോസ് ആണ്, പഠിച്ചു വെക്കണേ. ദെൻ ദ ടേം ക്യുക്ക് അസറ്റ് മീൻസ്, നമുക്കറിയാം ക്യുക്ക് റേഷ്യോ കാണാൻ ക്യുക്ക് അസറ്റ് ബൈ കറണ്ട് ലയബിലിറ്റിയാണ് ചെയ്യുക അല്ലേ. കറണ്ട് റേഷ്യോ കറണ്ട് അസറ്റ് ബൈ കറണ്ട് ലയബിലിറ്റി. അപ്പോൾ ക്യുക്ക് അസറ്റിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു, നമ്മൾ പഠിച്ചതല്ലായിരുന്നു. ക്യുക്ക് അസറ്റ്സ് പറഞ്ഞാൽ എന്തായിരുന്നു, കറണ്ട് അസറ്റ്സ് നിന്നും സ്റ്റോക്കും പ്രീപെയ്ഡും എന്ത് ചെയ്യണം, ലെസ് ചെയ്യണം അല്ലേ. ഓൾ ക്യുക്ക് അസറ്റ്സ് ആർ കറണ്ട് അസറ്റ്സ്, അതിൽ നമുക്ക് സംശയമില്ല, എല്ലാ ക്യുക്ക് അസറ്റ്സും കറണ്ട് അസറ്റ്സ് ആണ്. ബട്ട് നോട്ട് ഓൾ കറണ്ട് അസറ്റ്സ് ആർ നോട്ട് ക്യുക്ക് അസറ്റ്സ് അല്ലേ. എല്ലാ കറണ്ട് അസറ്റ്സും എന്തല്ല, ക്യുക്ക് അസറ്റ്സ് അല്ല, എക്സെപ്റ്റ് ഏതൊക്കെ, സ്റ്റോക്കും പ്രീപെയ്ഡും. അപ്പോൾ ഇത് രണ്ടും എടുക്കുന്നത്, അപ്പോൾ ബോത്ത് എ ആൻഡ് ബി ആണ്. അപ്പോൾ നിങ്ങൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി, കറണ്ട് അസറ്റും ക്യുക്ക് അസറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താ. കറണ്ട് അസറ്റ്സിൽ സ്റ്റോക്കും പ്രീപെയ്ഡ് അടുക്കുള്ള എല്ലാ അസറ്റ്സും വരും, എല്ലാ കറണ്ട് അസറ്റ്സും വരും. ക്യുക്ക് അസറ്റിൽ എന്തുണ്ടാകാൻ പാടില്ല, സ്റ്റോക്കും പ്രീപെയ്ഡ് എടുക്കരുത്, ബാക്കി എല്ലാ കറണ്ട് അസറ്റ്സും നിങ്ങൾക്ക് എടുക്കാം, റൈറ്റ്. സോ ആൻസർ എന്താണ്, സ്റ്റോക്ക് ആൻഡ് പ്രീപെയ്ഡ് ആണ്. ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പ്രോഫിറ്റബിലിറ്റി. വളരെ സിമ്പിളാണ്, GP റേഷ്യോ പ്രോഫിറ്റബിലിറ്റി ആണ്, ഓപ്പറേറ്റിംഗ് റേഷ്യോ പ്രോഫിറ്റബിലിറ്റി ആണ്, എക്സ്പെൻസ് പ്രോഫിറ്റബിലിറ്റി ആണ്, ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ സോൾവൻസിയിലാണ് വരാം. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം, റൈറ്റ്. എടാ നമുക്കറിയാം ലിക്വിഡിറ്റി റേഷ്യോ ഉണ്ട്, സോൾവൻസി റേഷ്യോ ഉണ്ട്, പ്രോഫിറ്റബിലിറ്റി ഉണ്ട്, ആക്ടിവിറ്റി റേഷ്യോ ഉണ്ട്. ആക്ടിവിറ്റി റേഷ്യോ ഐഡൻറ്റിഫൈ ചെയ്യാൻ സിമ്പിളാണ്, ടേൺ ഓവർ എന്നുണ്ടാവും, സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ, ഓവറോൾ ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ, വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ, ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ, ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ. ഇതൊക്കെയാണ് ടേൺ ഓവർ റേഷ്യോ അല്ലെങ്കിൽ ആക്ടിവിറ്റി റേഷ്യോ എന്ന് പറയും. ലിക്വിഡിറ്റിയിലേക്ക് വരുമ്പോൾ ഏതൊക്കെയാണ് വരുന്നത്, കറണ്ട് റേഷ്യോ, ക്യുക്ക് റേഷ്യോ, സൂപ്പർ ക്യുക്ക് റേഷ്യോ, ഇതാണ് ലിക്വിഡിറ്റിയിൽ വരുന്നത്. ആക്ടിവിറ്റി പ്രോഫിറ്റബിലിറ്റി രണ്ട് രീതിയിലുണ്ട് അല്ലേ. ഈ പറഞ്ഞ സെയിൽസുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇത് മൂന്നുള്ളത്. GP റേഷ്യോ, നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ, ഓപ്പറേറ്റിംഗ് റേഷ്യോ, എക്സ്പെൻസ് റേഷ്യോ, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ, ഇതെല്ലാം പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ആണ്. ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ സോൾവൻസിയിലാണ് വരാം, ഡെപ്റ്റ് ഇക്വിറ്റി, അതുപോലെ തന്നെ പ്രൊപ്രൈറ്ററി റേഷ്യോ, സോൾവൻസി റേഷ്യോ, ഇതെല്ലാം നമ്മൾ എന്തിനുണ്ടല്ലോ പഠിക്കുന്നത്, സോൾവൻസി റേഷ്യോയിലാണ്. ആ റേഷ്യോ നിങ്ങൾ പഠിച്ചു വെക്കാം കേട്ടോ. റേഷ്യോ എന്തായാലും ഒരു 3 to 5 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ ഇവിടെ ആൻസർ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ ആണ്. ദെൻ നമ്മളുടെ ലാസ്റ്റ് അറ്റംപ്റ്റിലെ അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ് 60ാമത്തത്. 60 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. നിങ്ങൾക്കറിയാം 60 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നിന്നും വരാം. അതിൽ 60ാമത്തെ ക്വസ്റ്റ്യൻ കറണ്ട് റേഷ്യോ, ഇതും റേഷ്യോ ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ തന്നെയാണ്. എന്ത് കണ്ടുപിടിക്കാനാണ്, കറണ്ട് റേഷ്യോ ആണ്. ഞാൻ ക്ലാസ്സിൽ പല സമയത്തായിട്ട് പറഞ്ഞിട്ടുണ്ട്, ലിക്വിഡിറ്റി റേഷ്യോ സ്കിപ്പ് ചെയ്യരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾക്ക് എന്തായാലും അറിഞ്ഞിരിക്കണം. സോ കറണ്ട് റേഷ്യോൻ്റെ ഇക്വേഷൻ ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞു. കറണ്ട് റേഷ്യോൻ്റെ ഇക്വേഷൻ എന്താ, കറണ്ട് അസറ്റ് ബൈ കറണ്ട് ലയബിലിറ്റി. ക്യുക്ക് റേഷ്യോൻ്റെ ഇക്വേഷൻ എന്താ, ക്യുക്ക് അസറ്റ് ബൈ കറണ്ട് ലയബിലിറ്റി. ഇത് രണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു, റൈറ്റ്. ഇവിടെ നമുക്ക് ക്യുക്ക് റേഷ്യോ കാണാനില്ല, ഞാൻ ജസ്റ്റ് പഠിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ കറണ്ട് അസറ്റ്സ് ഏതൊക്കെ, സ്റ്റോക്ക് കറണ്ട് അസറ്റ് ആണ്, ഡെപ്റ്റേഴ്സ് കറണ്ട് അസറ്റ് ആണ്, ക്യാഷ് ആൻഡ് ബാങ്ക് കറണ്ട് അസറ്റ് ആണ്. സോ ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 4,20,000 അല്ലേ, 4,20,000. കറണ്ട് ലയബിലിറ്റി ഇത് മാത്രമേ ഉള്ളൂ, ഇത് എടുക്കരുത്, ഡിബെഞ്ചർ എടുക്കരുത്, റൈറ്റ്. കറണ്ട് ലയബിലിറ്റി എത്രയാണ്, 2 lakh. അപ്പോൾ നമുക്ക് ആൻസർ 4,20,000 ഡിവൈഡഡ് ബൈ 2 lakh. യു വിൽ ഗെറ്റ് 2.1:1. ഇതാണ് ആൻസർ, 2.1:1. ഇതാണ് കറണ്ട് റേഷ്യോ. ഇനി ക്യുക്ക് റേഷ്യോ കാണാൻ പറഞ്ഞാലോ, സ്റ്റോക്ക് എടുക്കരുത്, നിങ്ങൾക്ക് എന്ത് കിട്ടും, 2,70,000. സ്റ്റോക്ക് എടുക്കരുത് അല്ലേ, നമുക്കത് കാണാനില്ല കേട്ടോ, ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പറഞ്ഞു തരാണ്. ക്യുക്ക് റേഷ്യോയിൽ സ്റ്റോക്ക് എടുക്കരുത്. അപ്പോൾ 2,70,000 ഡിവൈഡഡ് ബൈ 2 lakh. 2,70,000 ഡിവൈഡഡ് ബൈ 2 lakh. നിങ്ങൾ ചെയ്താൽ മതി, നിങ്ങൾക്ക് അതിന് ആൻസർ കിട്ടും. ഓക്കെ, 2,70,000 ഡിവൈഡഡ് ബൈ
2 lakh, you will get 1.35:1. ഇത് നിങ്ങൾ പഠിച്ചിട്ട് പോവുക. ഓക്കെ, നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. സോ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആയിട്ട് വന്നിട്ടുള്ളത് വേറെ ഒന്നുമല്ല, എങ്ങനെയാണ് ഓരോ സബ്ജക്റ്റിൻ്റെയും ക്വസ്റ്റ്യൻസ് വരാമെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓരോ ചാപ്റ്ററിൽ MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസിനെ നിങ്ങൾ എങ്ങനെ പഠിക്കണം എന്നറിയാൻ കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഈ PYQ ഡിസ്കഷൻസ് പറഞ്ഞിട്ട് ഈ പറയുന്ന വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, കൂടുതൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇനിയും മറ്റു വീഡിയോയിൽ കാണാം. സോ താങ്ക് യു ആൻഡ് ഗുഡ് ബൈ.